ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് SSC CPO 2023 സബ് ഇൻസ്പെക്ടർ ലെവൽ, അതായത് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയാണ്. 50 ക്വസ്റ്റ്യൻ ഉണ്ട് മൊത്തം. മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്, റീസണിങ്ങിൻ്റെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് 1 ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് ഓഫ് ടു സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായാലും എത്രയാണ്? 4:5 ആണ്. അതുപോലെ അവരുടെ ഹൈറ്റ് തന്നേക്കുന്ന റേഷ്യോ എന്താ? 5:2 ആണ്. അവരുടെ വോളിയം എത്രയാണെന്ന് ചോദ്യം ചോദിച്ചേ. വോളിയം ഓഫ് ദ കോണ്ട് ഇക്വേഷൻ എന്താ? 5r² ആണ്. അപ്പോൾ നമ്മൾ 5r² തന്നേക്കുന്ന റേഡിയസും ഹൈറ്റും വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ വരുന്നത്? 5 r എത്രയാണ്? ആദ്യം നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5. ആദ്യം 4 5 എടുക്കുക നമ്മൾ. ഈസ്റ്റു 5 ഇൻറ്റു ഇനി അടുത്ത റേഡിയസ് എത്രയാണ്? 5 ആണെന്നേക്കുന്നത്. 5 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 2 ആണ്. 5 കട്ട് ചെയ്ത് പോയി. ഇവിടെ 16 ഇൻറ്റു 5ഉം ഇവിടെ 10 ഇവിടെ 25 ഇൻറ്റു 2ഉം വരും. ഇവിടെ ഈ 5ഉം 25ഉം കട്ട് ചെയ്ത് പോയി. 1:5 വരും. ഇവിടെ എന്താ? 16:10 വരും. ഒന്നും കൂടെ വെട്ടിക്കളയാൻ പറ്റും. 8:5 വരും. ആൻസർ എന്താ? 8:5 ആണ് ആൻസർ. ഓപ്ഷൻ 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? ഒരു പുള്ളി 900 മീറ്റർ പോകാൻ 6 മിനിറ്റ് എടുക്കും. അങ്ങനെ സ്പീഡ് ഓഫ് ദ പേഴ്സൺ km/h എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 900 മീറ്റർ ഇൻ 6 മിനിറ്റ്. അപ്പം നമുക്ക് മീറ്റർ/സെക്കൻഡിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് km/h ആക്കാം. 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 60 ചെയ്യണം. അതാണ് സെക്കൻഡിലേക്ക് ആക്കുന്നത്. അപ്പം 900/360 വരും. അപ്പോൾ 20 വെട്ടിപ്പോയി. 9 4 36. അപ്പം 40. ഇവിടെ 10 വരും. 10/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5. അല്ലെങ്കിൽ 2 5 കൊണ്ടും കിട്ടിയാൽ മതി. അപ്പം 5 കൊണ്ടും 2 കൊണ്ടും കിട്ടും 5/2 എന്ന് വരും. അത് 5/2 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ഇതിനെ മീറ്റർ/സെക്കൻഡ് ആവും. ഇതിനെ km/h ആക്കണം. എന്ത് ചെയ്യണ്ടേ? ഇൻറ്റു 18/5 ചെയ്താൽ മതി. 5ഉം 5ഉം വെട്ടി പോയി. 18/2 എന്ന് പറയാൻ 9 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 9 km/h. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 goats or 5 sheep can graze a field in 54 days. Then how many days can 6 goat and 8 sheep graze the same field എന്ന് ചോദിച്ചത്. ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? 3 goats = 5 sheep ആണ്. കാരണം 3 goat ചെയ്യുന്ന ജോലി തന്നെയാണ് 5 ഷീപ്പും ചെയ്യുന്നത്. അപ്പോൾ ഗോട്ട് ബൈ ഷീപ്പ് എടുക്കുമ്പോൾ എത്രയാണ്? 5/3 വരും. ഈ 5ഉം 3ഉം ആണ് എന്ത്? ഗോട്ടിൻ്റെ ഷീപ്പിൻ്റെ എഫിഷ്യൻസി. ഇത് ഗോട്ടാട്ടോ. ഇനിയിപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ട. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? ഈ എഫിഷ്യൻസി ഓഫ് ഗോട്ട്, അതായത് 5 ഇൻറ്റു എഫിഷ്യൻസി ഓഫ് ഷീപ്പ് ഇൻറ്റു എത്ര ദിവസമാണ്? 54 ദിവസമുണ്ട്. ഇതാണ് ടോട്ടൽ വർക്ക് വരുന്നത്. ഇതങ്ങനെ തന്നെ കിടന്നോട്ടെ. എൻ്റെ ചെയ്യാൻ നിൽക്കണ്ട. ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 5 × 3 × 54, അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് ഗോട്ട്. അതെത്രയാണ്? 5 ആണ്. ഇനി എത്ര ഗോട്ടുണ്ട്? ഡേയ്സ് ക്യാൻ 6 ഗോട്ടാണ്. അതായത് 6 ഗോട്ട്, 5 എഫിഷ്യൻസിയുള്ള 6 ഗോട്ട് പ്ലസ് അതുപോലെ 8 ഷീപ്പ് ഉണ്ടെങ്കിൽ ഒരു ഷീപ്പിൻ്റെ എഫിഷ്യൻസി 3 ആണ്. 3 ഷീപ്പ് വെച്ച് 3 എഫിഷ്യൻസിയുള്ള ഷീപ്പ് വെച്ച് 8 ദിവസം. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 5 × 3 × 54 ഡിവൈഡഡ് ബൈ 6 × 30 പ്ലസ് 8 24 വരും. അപ്പോൾ എത്രയാണ്? മൊത്തം കൂടെ കൂട്ടുമ്പോൾ 54 വരും. 30 24 കൂടെ കൂട്ടുമ്പോൾ 54 വരും. 54 കട്ട് ചെയ്തിട്ട് ആൻസർ എന്താ? 15 ആണ് വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ.
അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ, 3800 രൂപയുടെ സാധനം 3496 രൂപയ്ക്ക് വിറ്റു, എത്ര ഡിസ്കൗണ്ട് അനുവദിച്ചതെന്ന് ചോദിച്ച്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 304 രൂപയാണ് ഡിസ്കൗണ്ടായിട്ട് കിട്ടിയത്. എത്രയില്ല, 3800 ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് ഡിസ്കൗണ്ട് എത്രയാണോ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിലാണ് എപ്പോഴും ഡിസ്കൗണ്ട് കണക്കാക്കുന്നത്. ഇൻറ്റു 100 വെട്ടിപ്പോയി. അപ്പോൾ ഇത് 38 ഇൻറ്റു 8 ചെയ്യുമ്പോഴാണ് എന്ത് 304 വരുന്നത്. ആൻസർ എന്താ, 8 ഓപ്ഷൻ 3. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളി എന്താ കാണിക്കുന്നത്, 22% ലോസിലെ സാധനം വയ്ക്കുന്നത്, പക്ഷേ 35% ലൈറ്റർ വെയിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് 1000 ഗ്രാം എന്ന് മൊത്തം എടുക്കാം. 1 ഗ്രാമിന് 1 രൂപ വെച്ച് മൊത്തം കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 രൂപ. അപ്പോൾ ഈ പുള്ളി വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 22% നഷ്ടത്തിന് വിൽക്കുന്നു. അപ്പോൾ 1000 രൂപയുടെ 22% നഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്, ബാക്കി 78 ഉള്ളൂ. 78/100 കൊടുക്കുക. ഇയാൾ 780 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. ഇനി ഇയാൾ വെയിറ്റിൽ കള്ളത്തരം കാണിക്കുന്നത് എങ്ങനെയാണ്, 35% ലെസ് വെയിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. 1000 ഗ്രാമിൻ്റെ 35% എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്, ബാക്കി 65 ഉള്ളൂ. അപ്പോൾ 65/100 ചെയ്യുമ്പോൾ എത്ര, 650 കിട്ടും. അതായത് 1 കിലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല, പുള്ളി 650 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. 650 സാധനം പുള്ളി എത്രയൊക്കെയാണ് വിൽക്കുന്നത്, 780 വിൽക്കുന്നത്. ഇവിടെ 130 പുള്ളി ലാഭം ഉണ്ടാക്കുന്നത്. 130 പുള്ളിയുടെ കയ്യിൽ, പുള്ളിക്ക് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എത്ര വരുന്നുള്ളൂ, 650 രൂപ സാധനം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ 650 ഇൻറ്റു 100 ചെയ്തോളാം. 0 കട്ട് ചെയ്ത് പോയി. 13/65 ചെയ്യുമ്പോൾ എത്രയാണ്, 0.2 വരും. 0.2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 20% ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 20% ലോസ്. 20% ലോസ് അല്ല, ഇയാൾക്ക് 20% പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 17, 36 എന്ന് ചോദിച്ചേക്കും. അപ്പോൾ LCM ഓഫ് 17, 36 കാണണം. 17, 36. ഇപ്പോൾ കോമൺ മൾട്ടിപ്പിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 17 ഇൻറ്റു 36 ചെയ്യുമ്പോഴാണ് എന്ത് LCM വരുന്നത്, 612 LCM വരുന്നത്. 612 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇതിനകത്ത് ഏതാണോ അതാണ് ആൻസർ വരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതിന് മുകളിൽ എന്തായാലും ഒരു സംഖ്യ കാണും. ഇതിന് മുകളിൽ എന്തായാലും ഒരു സംഖ്യയാണ് 612 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 612 ഇൻറ്റു 10 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 6120 വരും. ഈ 12 ഇൻറ്റു 15 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, ഇതിൻ്റെ പകുതിയാണ് ഉണ്ടാവുക. അപ്പം 3060 എന്ന് വരും. അപ്പം 15 ചെയ്യുമ്പം ഏതാ, ഇത് രണ്ടും കൂടെ കൂട്ടുന്ന വരുന്നത്. 6 2 8, 9150 എന്ന് വരും. 15 ചെയ്യുമ്പം, 16 ചെയ്യുമ്പം എത്രയാണ്, ഒരു 612 കൂടെ ഇതിൻ്റെ കൂടെ കൂടും. 612 കൂടെ കൂടി എത്ര, 2 9 7 9, 9792 പോകും. ഇനി 18 പോകാൻ നോക്കാം. 18 പോകാമെന്ന് ചോദിച്ചാൽ 611 കൂടെ കൂട്ടണം. 4 0 1 13 1 14 1 റിമൈൻഡർ. ഇത് പോവില്ല, കാരണം ഇത് 4 ഡിജിറ്റ് നമ്പറിൻ്റെ മുകളിലാവും, 5 ഡിജിറ്റ് നമ്പറാവും. അപ്പം ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഇതാണ് 9792. അതായത് 612 ഇൻറ്റു 16 ചെയ്യുമ്പോൾ കിട്ടുന്ന 9792 ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ, സിറ്റി ABCD തന്നിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് അപ്പിയർ ചെയ്യുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും തന്നിട്ടുണ്ട്. എത്രയാണ്, ഇൻ ലാക്സ് ആണ്. അതായത് 2.15 lakhs, 1.14 lakhs ലാക്സിലാണ് തന്നിരിക്കുന്നത്. പിന്നെ റേഷ്യോ ഓഫ് കാൻഡിഡേറ്റ്സ് പാസിങ് ആൻഡ് ഫെയിലിംഗ് വിത്തിൻ ദ സിറ്റി തന്നിട്ടുണ്ട്. ഇത് പാസിങ് ഫെയിലിങ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫെയിൽഡ് കാൻഡിഡേറ്റ്സ് ഇൻ സിറ്റി ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സിറ്റി ഡിയിൽ 2.35 ആൾക്കാർ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പാസിങ്ങിൻ്റെ ഫെയിലിങ്ങിൻ്റെ റേറ്റ് എന്താ, 4:6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നുണ്ട് ഫെയിൽഡ് കാൻഡിഡേറ്റ് 6ൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം 6 10ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 2.35 lakh എന്ന്.
അങ്ങനെയാണ് ആറിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര 6 × 2.35 ചെയ്താൽ മതി. അല്ല, /10 ചെയ്താൽ മതി. അപ്പോൾ 6 10 കൂടെ വെട്ടിപ്പോയി 3/5 വന്നു. 2.35 5 കൂടെ വെട്ടുമ്പോൾ എത്ര 235. 235 5 കൊണ്ട് വെട്ടുമ്പോൾ 47 വരും. അപ്പോൾ 0.47 വരും. 0.47 × 3 ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ എത്രയാണ് 7 × 3 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. 7 × 21 വരും. 1 ആണ് യൂണിറ്റ് ഡിജിറ്റ്. യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്ന ഒറ്റ ആൻസർ ഉള്ളൂ. എന്താണ് 1.41 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ എ ട്രക്ക് മൂവ്സ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 30 km/h for 1 km and 45 km/h for the next 1 km. Then what is the average speed എന്ന് ചോദിച്ചേക്കും. ഇവിടെ എന്താ രണ്ടും 1 കിലോമീറ്റർ തന്നെയാണ് ഓടുന്നത്. രണ്ടും സെയിം ഡിസ്റ്റൻസാണ് ഓടുന്നത്. രണ്ടും സെയിം ഡിസ്റ്റൻസ് ഓടുമ്പോൾ ഒരു ഫോർമുല ഉണ്ട്. എന്താണ് 2ab/a + b ചെയ്താൽ മതി. എയും ബിയും എന്താ ഈ രണ്ട് സ്പീഡ് 30 കിലോമീറ്ററും 45 കിലോമീറ്ററും. അപ്പോൾ 2 × 30 × 45 എത്രയാണ് 35 40 30 45 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 75 വരും. ഞാൻ മുകളിലും താഴെ എന്താണ് 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 15 വരും. 45 5 കൊണ്ട് വെട്ടുമ്പോൾ 9 വരും. ഒരു ഇവിടെ 3 കൊണ്ട് വെട്ടാൻ പറ്റും. 3 വരും. അല്ല 3 5 15 വരും. ഇവിടെ 3 വരും. 5 30 കൂടെ വെട്ടാൻ പറ്റും. 5 5 25 5 6 30 വരും. അപ്പം 6 3s are 18 18 × 2 ചെയ്യുമ്പോൾ എത്രയാണ് 36 വരും. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ടാനയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4/3. നമ്മളോട് ചോദിച്ചേക്കുന്നില്ല സൈനയുടെ വാല്യൂ ചോദിച്ചേക്കുന്നത്. അപ്പം സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ആംഗിൾ എ ആയിട്ട് എടുത്തോ. അപ്പം ആംഗിൾ എയുടെ സൈൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് എന്താ സൈനയുടെ വാല്യൂ വരുന്നത്. അതുപോലെ കോസയുടെ വാല്യൂ എന്താണ് കോസയുടെ വാല്യൂ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇനി ടാനയുടെ വാല്യൂ എന്താണ് ടാനയുടെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വരും. അപ്പം ഇത് ഇവിടെ നിന്ന് സംഭവിക്കുന്നത് റെസിപ്രോക്കലായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ആവും. അതായത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആവും. ഹൈപ്പോട്ടനസ് കട്ട് ചെയ്ത് പോയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആവും. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് 4/3. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസൻറ്റ് സൈഡ് ഇത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഇനി സൈനയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. അപ്പം രണ്ട് സൈഡ് 3 4 തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 4 5. അതായത് പൈതഗോറൻ ട്രിപ്ലറ്റാണ്, ഫേമസ് ട്രിപ്ലറ്റാണ്. അപ്പോൾ ഈ സൈഡ് 5 വരും. അങ്ങനെയാണെങ്കിൽ സൈനയുടെ വാല്യൂ അല്ല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് 4 ഹൈപ്പോട്ടനസ് 5 4/5 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. ഇമാതിരി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതുപോലത്തെ ട്രിപ്ലറ്റൊക്കെ കുറേ കാണാൻ പഠിക്കണം. അപ്പോൾ ട്രിപ്ലറ്റ് ഇതുപോലെ കുറേ എണ്ണമുണ്ട്. 6 8 10 വേറൊരു ട്രിപ്ലറ്റാണ്. അതുപോലെ 5 12 13 വേറൊരു ട്രിപ്ലറ്റാണ്. 7 24 25 വേറൊരു ട്രിപ്ലറ്റാണ്. ഒരു ഓഡ് നമ്പറാണ് ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ട് തരുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇപ്പോൾ 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എടുത്തോളാം. എന്താ 25. 25ൻ്റെ പകുതി എത്രയാണ് 12 അരാന്ന് കിട്ടും. 12 അരാന്ന് കിട്ടും. 12 അര മാറ്റിയിട്ട് എന്താണ് അപ്പുറത്തെ ഇപ്പുറത്തെ എടുത്തോളാം. 12 13 എടുത്തോളാം. അപ്പോൾ ഒരു ട്രിപ്ലറ്റ് വരും. ആ സെയിം കേസ് ഇവിടെയും വരും. ഓക്കെ 24 അരയുടെ ഇരട്ടിയല്ലേ നോക്കി 7ൻ്റെ സ്ക്വയർ 49 വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ 15 24 35 54 LCM എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ 15ഉം 24 കൂടി എടുക്കുമ്പോൾ എത്രയാണ് ഇതിന് 3 × 5 എന്ന് എഴുതാം.
അതുപോലെ ഇതിന് 3x8 എന്ന് എഴുതാം. അപ്പം ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 8ൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 8 ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 35 എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 35 5x7 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 5 എന്ന് രണ്ടിടത്തും കോമണാണ്. 15 അപേക്ഷിച്ച് നോക്കുമ്പോൾ 35 എന്താ ഒരു കുറവ്? അല്ല, 35 അപേക്ഷിച്ച് നോക്കുമ്പോൾ 15 എന്താ ഒരു 7ൻ്റെ കുറവുണ്ട്. അപ്പോൾ 7 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 54 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എനിക്ക് 27 × 2 എന്ന് എഴുതാം. 27 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3 × 9 × 2 എന്ന് എഴുതാം. അപ്പം അവിടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കുറവ്? 3 ഉണ്ട്, 9 ഇല്ല, 2 ഇല്ല. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ 8 × 2 എന്താണ് 4 × 2 എന്ന് എഴുതാം. അപ്പം 4 × 2 എന്ന് എഴുതാം. അപ്പോൾ 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ടുണ്ട്. ബാക്കി എന്താ ഒരു 9ൻ്റെ കുറവുള്ളൂ. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വിടാം. അപ്പം LCM എത്ര എഴുതാം? 3 × 5 × 8 × 7 × 9 ആണ്. ആൻസർ എത്ര? 7560 കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിൽ എന്താ പ്രൈസ് കൂട്ടിയിട്ടിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നത്. ഇപ്പം 100 രൂപയുടെ സാധനം ഉണ്ടെന്ന് വെച്ചോ, അയാൾ ആദ്യം പ്രൈസ് കൂട്ടിയിട്ടു 170 രൂപയ്ക്ക്. പിന്നെ ഈ 170 മുകളിലാണ് ഈ കണ്ട ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നത്. 5% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 5/100 അഥവാ 1/20 എഴുതാം. അതായത് 20 രൂപയുടെ സാധനത്തിൽ 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. ഇപ്പോൾ 19 രൂപയ്ക്ക് വിൽക്കുന്നു. 170 രൂപയുടെ സാധനത്തിൽ 5% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാകുന്നത്? 19%. 19/20 × 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 20% നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? 1/5 എന്ന് എഴുതാൻ പറ്റും. അതായത് 5 രൂപയുടെ സാധനം 1 രൂപ ഡിസ്കൗണ്ട് കുറച്ച് 4 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്രയാണ് ഉണ്ടാകുന്നത്? 4/5 ഉണ്ടാകും. 4/5 × അഡീഷണൽ ഡിസ്കൗണ്ട് എത്രയാണ്? 20% കൂടെ കൊടുക്കുന്നുണ്ട് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയതിന്. അപ്പോൾ ഒരു 4/5 കൂടെ വരും. ഇത് ചെയ്താൽ എന്താണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക? അപ്പം 20 0 വെട്ടിപ്പോയി, ഈ 2ഉം 4ഉം വെട്ടിപ്പോയി, ഇവിടെ 2 വന്നു. 19 × 2 ചെയ്യുമ്പോൾ എത്ര വരും? 19 × 2 ചെയ്യുമ്പോൾ 38 വരും. 38 × 4 കൂടെ ചെയ്യുമ്പോൾ 152 വരും. 152 × 17/25 വരും. ഇനി 25-നെ 152 കൂടെ കിട്ടിക്കഴിയുമ്പോൾ എത്രയാണ്? 25 6 150. അപ്പം 6 ഒരു 2/25 വരും. 2/25 × 17 വരും. 117 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 102 വരും. അതിന് പുറമെ എന്താ ഒരു 17 × 2/25 വരും. ഇവിടെ 102-ന് മുകളിൽ ഏതൊരു സംഖ്യയെന്ന് മനസ്സിലായി. നടപടിയാവുന്ന കാര്യമില്ല. കാരണം എന്താണ് 3.36ഉം 3.25ഉം ഉണ്ട്. അപ്പം ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. 2/25ൻ്റെ വാല്യൂ എത്ര വരുന്നത്? 2/25ൻ്റെ വാല്യൂ 0.08 ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 17 ചെയ്യുമ്പം 1.36 കൂടും. ഏതിൽ? ഈ 102-ൽ. അപ്പോൾ 1.36 കൂടും. അപ്പം എത്രയാണ്? 103.36 ആവും. അപ്പോൾ ലാഭം 100 രൂപയുടെ സാധനം 103.36 വിൽക്കുന്നത്. അപ്പോൾ 3.36 ലാഭം കിട്ടുന്നത്. ഓപ്ഷൻ 2 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫിൽ നോക്കിയിട്ട് സെക്കൻഡ് ഡിവിഷനിൽ പാസ്സായവരുടെ എണ്ണം എത്ര യൂസ് ചെയ്യുന്നു? സോറി, സെക്കൻഡ് ഇയർ അല്ല, ഇൻ ദ ഇയർ ഓഫ് 2010 യൂസ് ചെയ്യുന്നു. അപ്പോൾ 2010 ഏറ്റവും താഴത്തെ കോളം. അപ്പോൾ ജയിച്ചവരുടെ എണ്ണം എത്രയാണ്? 2010 ജയിച്ചവരുടെ എണ്ണം 60. 60 ഡിവൈഡ് ബൈ മൊത്തം സമ്മ, അതായത് 40 + 60, 60 + 70, 70 + 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100, 200 വരും. 200 × 100 കൊടുത്താൽ മതി. അപ്പം വെട്ടിപ്പോയി. എത്രയാണ്? 30% കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ല, 13ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം ഒരു ടൂറിസ്റ്റ് വാൻ ഡെറാഡൂൺ ടു മസൂറി 35 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് 35 കിലോമീറ്റർ ഫ്രം ഡെറാഡൂൺ ടു മസൂറി അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 36 km/h ആൻഡ് റിട്ടേൺ 60 km/h. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ആവറേജ് സ്പീഡ് എത്രയാണ് യൂസ് ചെയ്യും? സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ട്രാവൽ ചെയ്തേക്കുന്നത്. എത്രയാണ്? 35 തന്നിട്ടുണ്ട്. അപ്പം 2
എ ബി ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എയ്ക്കും ബിക്കും ഓരോ സ്പീഡിൽ ഇട്ട് കൊടുത്താൽ മതി. 2 × 36 × 60 ഡിവൈഡ് ബൈ 36 + 60 വരും. ഇത് ഫുള്ള് പോയിട്ട് 96 വരും. 96നെ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 32 വരും. ഇവിടെ 36നെ 3 കൊണ്ട് വെട്ടുമ്പോൾ 12 വരും. 32നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 16 വരും. 60നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 30 വരും. 16ഉം 2ഉം കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? 8 വരും. 8ഉം 12ഉം കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 6 വരും. ഇവിടെ 4 വരും. 4ഉം 30ഉം കൂടെ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 15 വരും. ഇവിടെ 2 വരും. 2ഉം 6ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 3 വരും. 15 × 3 ആണ് കറക്റ്റ് ആൻസർ. 3 ചെയ്യുമ്പോൾ 45 വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് PQR ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 36 ദിവസം കൊണ്ട്, 48 ദിവസം കൊണ്ട്, അതുപോലെ 144 ദിവസം കൊണ്ട്. ഇനി PQ and R started working together. P leaves the job 12 days before the completion. Q എന്ന ലീവ് ചെയ്യുന്നത് 8 days before the completion. R എന്ന ലീവ് ചെയ്യുന്നത്. R works from the beginning till the end of the job. R അവസാനം വരെ വർക്ക് ചെയ്യുന്നുണ്ട്. Determine the total number of days taken to complete the job എന്ന് ചോദിച്ചു. നമുക്ക് ആദ്യം ഇത് വരച്ച് നോക്കാം. അപ്പം P ജോലി തീരുന്നതിന് 12 ദിവസം മുമ്പ് വിട്ടിട്ട് പോയി. അതുപോലെ Q ജോലി തീരുന്നതിന് 8 ദിവസം മുമ്പ് വിട്ടിട്ട് പോയി. R ആദ്യത്തെ അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ദിവസം തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഇവരുടെ LCM ആണ് എന്താ ടോട്ടൽ വർക്ക് വരുന്നത്. മൊത്തം LCM എത്ര വരുന്നത്? 144 തന്നെ വരുന്നത്. കാരണം എന്താ? 36 × 4 ചെയ്യുമ്പം 144, 48 × 3 ചെയ്യുമ്പം 144 തന്നെ വരുന്നത്. 144. അപ്പം ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഇനി അവസാനത്തെ 8 ദിവസം എന്താണ്? 6 തന്നെ പണി എടുത്തെന്ന് ഉറപ്പാണ്. അപ്പം 8 × 1 6ൻ്റെ എഫിഷ്യൻസി. അത് 8 വർക്ക് കുറയും. അപ്പോൾ ഇവിടെ 8 വർക്ക് കുറയും. അതുപോലെ തന്നെ ഇത്രയും ഭാഗത്ത് Pയും Qയും കൂടെ പണിയെടുത്തേക്കുന്നത്. അത് എത്രയാണ്? 12 × 8 പോയ 4 ദിവസം. അപ്പം 4 ദിവസം Pയും Qയും 6 കൂടെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഇത്രയും ഭാഗം ഇവിടെ P ഇട്ടിട്ട് പോവുക. അപ്പം ഇത്രയും ഭാഗം Qയും 6ഉം കൂടെ പണിയെടുത്തേക്കുന്നത്. അപ്പം 4 ദിവസം Qയും 6ഉം കൂടെ പണിയെടുത്തേക്കുന്നത്. ൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3ഉം 6ൻ്റെ എഫിഷ്യൻസി 1ഉം. അപ്പം 3 × 1 4 പണി. ഇവിടെ ഇപ്പം 16 പണി തീർന്നു. ബാക്കി ഫുള്ള് ജോലി എടുത്തേക്കുന്ന 144 അല്ല, ബാക്കി ഇത്രയും ജോലി ഫുള്ള് എടുത്തേക്കുന്ന എന്താണ്? Pയും Qയും 6ഉം കൂടെയാണ്. 144 8ഉം 16ഉം കൂടെ പോയാൽ ബാക്കി എത്ര ജോലിയുള്ള? 120 ജോലിയുള്ള. ഈ 120 ജോലി ഇവരെല്ലാവരും കൂടെ ചെയ്തേക്കുന്നത്. അപ്പം 120 ജോലി ഇവരെല്ലാവരും കൂടെ ചെയ്തപ്പം എടുത്ത സമയം എത്രയാണ്? ഇവരുടെ എല്ലാവരുടെയും കൂടെ എഫിഷ്യൻസി 8 ആണ്. അപ്പം 120/8 വരും. 15 ദിവസമാണ് ഇവർ എല്ലാവരും കൂടെ പണിയെടുത്തത്. 15 ദിവസം എന്താണ്? P + Q + R പണിയെടുത്തു. അതുപോലെ ഇത്രയും ദിവസം, അതായത് ഈ 4 ദിവസം ആരാ? P ഇട്ടിട്ട് പോയി. Qയും 6ഉം കൂടെ പണിയെടുത്തു. ഈ 4 ദിവസം Q + R പണിയെടുത്തു. അതുപോലെ അവസാനത്തെ ഇത്രയും ദിവസം 8 ദിവസം 6 തന്നെ പണിയെടുത്തു. അപ്പം മൊത്തം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 15ഉം 4ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 15 + 12 വരും. അതെന്താ? 27 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമുക്കപ്പോൾ തന്നേക്കുന്നത് എന്താണ്? x/y + y/x എന്ന് പറയുന്നത് 1 ആണ് തന്നേക്കുന്നത്. അപ്പം ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന x² + y² എന്നുള്ളത് എന്താണ്? 1 ആണ് കേട്ടോ. അതുപോലെ x² + y² - xy എന്നുള്ളത് എന്താണ്? 0 ആണ്. അല്ല, ഇത്രയും സാധനം ഇങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് അതെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. = ഇപ്പുറത്തേക്ക് ഇട്ടപ്പോൾ മൈനസായി. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് x³ + y³
എത്ര എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിനെ എങ്ങനെ കാണിക്കുന്നത്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈ സാധനം 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റുള്ളൂ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ വാല്യൂ 0 ആണ് കിട്ടി. ഓപ്ഷൻ 3 0 ആണ്. ഇത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇത് കാണാൻ പഠിച്ചു വയ്ക്കുന്ന സാധനമാണ്. ഈ ഫോർമുല തന്നെ ഇതിൻ്റെ മൈനസ് വരുമ്പോൾ എന്താ വരുന്നത്, അതായത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് വരുമ്പോൾ എങ്ങനെയാണ്, അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ വരും. ഇവിടെ എന്താ എ ബി സി ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്, 20, 30, 60 ദിവസം വെച്ചെടുക്കും. എൽസിയം എടുക്കുമ്പോൾ എത്ര, 60 തന്നെ വരും. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി 1, ഇയാളുടെ എഫിഷ്യൻസി 2, ഇയാളുടെ എഫിഷ്യൻസി എത്രയാണ്, 3 വരും. പറയുന്നത് എ എല്ലാ ദിവസവും വരും. പിന്നെ എല്ലാ മൂന്നാമത്തെ ദിവസം അങ്ങനെയല്ല, ഇഫ് എ വർക്ക്സ് ഡെയിലി ഓൺ എവരി തേർഡ് ഡേ എന്നല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ല, ഇഫ് എ വർക്ക്സ് ഡെയിലി ആൻഡ് ഓൺ എവരി തേർഡ് ഡേ ബി ആൻഡ് സി ഓൾസോ വർക്ക് വിത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എ എല്ലാ ദിവസവും വരും. എയുടെ എഫിഷ്യൻസി എത്താം 3 × 3 ആണ്. അപ്പം 9 വർക്ക് 3 ദിവസം കൊണ്ട് തീരുന്നുണ്ട്. ഇതപ്പം ഫസ്റ്റ് ഡേയുടെ കാര്യമാണ്. സെക്കൻഡ് ഡേ ഇങ്ങനെയാണ്. തേർഡ് ഡേ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, എയുടെ കൂടെ ബിയും സിയും നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ആണ്. മൊത്തം എഫിഷ്യൻസി എത്രയാണ്, 3 × 5 = 6. മൂന്നാമത്തെ ദിവസം 6 പണി തീരുന്നുണ്ട്. ഇതിൽ ചെറിയൊരു അബദ്ധമുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ദിവസം എ തന്നെ എടുക്കാം. അപ്പം ഫസ്റ്റ് ദിവസം 3 ജോലി തീരുന്നുള്ളൂ. സെക്കൻഡ് ഡേയിലും എ തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്രയാണ്, 3 എഫിഷ്യൻസിയേ പോകുന്നുള്ളൂ. അപ്പം ഒരു സെറ്റിൽ എത്രയാണ് പോകുന്നത്, 3 × 3 = 6, 12. അതായത് 3 ദിവസം കൂടുമ്പോൾ 12 വർക്കാണ് ചെയ്യുന്നത്. അപ്പം 60 വർക്ക് ചെയ്യാൻ ഇതുപോലെ 12 സെറ്റ് വെച്ച് 5 ദിവസം പണിയെടുക്കണം. നമുക്ക് തോന്നും 15 ദിവസത്തെ പണിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എല്ലാം മാറ്റണം. അതായത് ഫസ്റ്റ് ദിവസം എ തന്നെ വരത്തുള്ളൂ. അപ്പം എത്ര, എയുടെ എഫിഷ്യൻസി 3 ആണ്. രണ്ടാമത്തെ ദിവസം എ തന്നെ വരത്തുള്ളൂ, എയുടെ എഫിഷ്യൻസി 3 ആണ്. ഇനി മൂന്നാമത്തെ ദിവസമാണ് എയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് എ ബി സി വരുന്നത്. അപ്പോൾ അവരുടെ എ പ്ലസ് ബി പ്ലസ് സി ആണ്. അവരുടെ 3 പേരുടെ കൂടെ എഫിഷ്യൻസി എത്രയാണ്, 3 × 5 = 6 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താണ്, 3 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ കൂടുമ്പോൾ 12 വരും. അപ്പം 3 ദിവസം കൊണ്ട് 12 വർക്ക് തീരും. അപ്പം ഈ 12 × 5 ചെയ്യുന്നതാണ് 60. 60 ടോട്ടൽ വർക്ക്. അപ്പം ഈ 12 സെറ്റ്, അതായത് 3 സെറ്റ് വെച്ച് എത്രയാണ്, 5 സെറ്റ്, 3 ദിവസം വെച്ച് 5 സെറ്റ് ഉണ്ട്. അപ്പം 3 × 5 ചെയ്യുമ്പോൾ 15 ദിവസം കൊണ്ടാണ് പണി തീരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ 15 കറക്റ്റായിട്ട് വരുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ കഥയാണ് പറയുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ആണ് സർക്കിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് സർക്കിൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ പി ക്യു ആർ. ഇനി എസ് എന്ന് പറയുന്നത് ഒരു എനി പോയിൻ്റ് ആണ്, ആർക്ക് ക്യു ആർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എസ് അവിടെ ഇട്ടോളാം. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് പി എസ് ക്യൂവിൻ്റെ ഹാഫ് ഓഫ് പി എസ് ക്യൂ എത്രയാണ് ചോദിച്ചേക്കുന്നത്. പി എസ് ക്യൂ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, അതെന്ന് പറയുന്നത് ക്യൂ പി എസ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി എസ് ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇത്രയും ഭാഗം. അത് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കണക്ട് ചെയ്യുക. ഇനി എന്താ, ഈ അകത്ത് കിടക്കുന്ന പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് നമുക്ക് മനസ്സിലായി. അപ്പം ഈ ഒരു ചുമന്ന ലൈൻ വരച്ചാൽ കൂടുന്നുണ്ടല്ലേ, ട്രയാങ്കിളുടെ ഒരു സൈഡ്, അതാ ട്രയാങ്കിളുടെ ഒരു സൈഡാണ്. അപ്പം ആ കോഡിൽ നിന്ന് ഈ വരച്ച ലൈനും ഈ വരച്ച ആംഗിളും എൻ്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്, 60 കാരണം എന്താ, സംഭവം ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അതേ കോഡിൽ നിന്ന് തന്നെ വരച്ച സെയിം ആംഗിൾ തന്നെയല്ല ഞാനിപ്പോൾ വരയ്ക്കുന്നതെന്ന്
വരയ്ക്കുന്നതെന്ന് നോക്കിക്കേ. ആ ആംഗിളും എന്താ ഇത് 60 വരത്തുള്ളൂ. അതായത് ഒരു കോണിൽ നിന്ന് ആർക്കിൻ്റെ ഏത് ഭാഗത്തേക്ക് വരച്ചാലും ആ ആംഗിൾ എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ അപ്പോൾ PSQ എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. എത്ര? 60 തന്നെയാണ്. അവിടെ ചോദിച്ചിരിക്കുന്നത് ഹാഫ് ഓഫ് PSQ ആണ്. ഹാഫ് ഓഫ് 60 എന്ന് പറഞ്ഞാൽ 30 വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2018-19 അപേക്ഷിച്ച് 2020-21 എഡ്യൂക്കേഷന് എന്തുമാത്രം പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വാസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡ്യൂറിങ് 2020-21 ഓർ 2018-19 ഇൻ എഡ്യൂക്കേഷൻ ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 200 കൂടിയിരിക്കുന്നത്. അപ്പോൾ 200 കൂടി എത്രയിൽ? 8000 ഇൻറ്റു 100. അപ്പം 0 വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. 10 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 10 കൊണ്ട് കിട്ടുമ്പോഴല്ല, 2 കൊണ്ട് കിട്ടുമ്പോൾ എവിടെയാണ് എത്രയാണ് വരുന്നത്? മുകളിൽ 10 വരും, താഴെ 4 വരും. 10/4 എന്ന് പറയുന്നത് 2.5 ആണ്. 2.5 ഇൻക്രീസ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 സർക്കിൾസ് ഓഫ് റേഡിയസ് 13 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ ഇൻ്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിൻറ്റ് AB ഇഫ് ദ ലെങ്ത് ഓഫ് ദ കോമൺ കോഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് എന്നായി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 സർക്കിൾ വരയ്ക്കാം. ഇതിൽ AB എന്ന് പറഞ്ഞാൽ കോമൺ കോഡ് ഉള്ളതാണ്. അപ്പോൾ AB ഇങ്ങനെ എഴുതാം. അതുപോലെ 2 സെൻറ്റർ മാർക്ക് ചെയ്ത് റേഡിയസ് എഴുതാം. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് 13, മറ്റേത് 15 തന്നിട്ടുണ്ട്. അതുപോലെ കോമൺ കോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൊത്തം 12 ആണെങ്കിൽ ഇതെന്താണ്? ഇത് 6ഉം ഇത് 6ഉം ആണ്. ഇനി ഇത്രയും ദൂരം കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിളിൻ്റെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ ഇത്രയും ഭാഗം കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നെയിമിങ് കൊടുക്കാം. ഇവിടെ എന്താണ്? ഇത് O എന്ന് കൊടുക്കാം, ഇത് R എന്ന് കൊടുക്കാം, ഇത് M എന്ന് കൊടുക്കാം. അപ്പോൾ OM കാണാൻ എന്ത് ചെയ്യണ്ടേ? √13² - 6² ആണ്. അപ്പോൾ 169 - 36 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് എന്ന് പറയുന്നത്? √133 വരും. പ്ലസ് ഇനി ഇത്രയും ഭാഗം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? √15² മൈനസ് എന്താണ്? 6². അതായത് 133 പ്ലസ് √225 മൈനസ് 36 വരും. √189 വരും. 189 വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ 2 നമ്പറിൻ്റെ റേഷ്യോ വന്നിരിക്കുന്നത് 5:3 ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 34. അപ്പം 2 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 17. അപ്പോൾ ചെറിയ നമ്പറിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ ചെറിയ 3 ആണ്. 3ൻ്റെ വാല്യൂ എത്രയാണ്? 17 × 3 ചെയ്യുമ്പോൾ 7 3s are 21 1 2 3 1s are 3 51 ആണ് കറക്റ്റ് ആൻസർ. 51ൻ്റെ വാല്യൂ 51. 3ൻ്റെ വാല്യൂ എത്രയാണ്? 51. ഓപ്ഷൻ ഫസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 60,000. അതുപോലെ ഈ 60,000-ൽ പെർസെൻറ്റേജ് തിരിച്ചേക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞ് പെർസെൻറ്റേജ് തിരിച്ചേക്കുന്നത് പൈ ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? മാർച്ചിലെ ഏപ്രിലത്തെ കാര്യമാണ്. അപ്പം 60,000 ടൂറിസ്റ്റ് ഉള്ളതിൽ മാർച്ചിൽ വന്നാൽ എത്ര വരാം? 20%. 20/100 ചെയ്യുമ്പോൾ 12,000 ടൂറിസ്റ്റാണ് എൻ്റെ മാർച്ചിൽ വന്നത്. ഇനി ഏപ്രിലത്തെ കാര്യം 25% വന്നത്. അപ്പോൾ 60,000-ൻ്റെ 25% എടുക്കുമ്പോൾ എത്രയാണ്? 5% എടുക്കുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 15,000 വരും. അപ്പോൾ 15,000 പേരാണ് ഏപ്രിൽ വന്നത്. ഇനി കൺട്രി A കൺട്രി B എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ഇത് സ്പ്ലിറ്റ് ആക്കണം. അതായത് മാർച്ചിൽ കൺട്രി A
മാർച്ചിൽ കൺട്രി എന്ന് പറഞ്ഞാൽ എത്ര? മാർച്ചിൽ കൺട്രി എന്ന് വന്ന് എത്ര പേരാണ് കണ്ടുപിടിക്കണം. അപ്പം ഇത് 3:2 ആണ്. ഏപ്രിൽ റേഷ്യോ വന്നിരുന്നത് എത്രയാണ്? 8:7 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടൂറിസ്റ്റ് ഫ്രം കൺട്രി എ കമ്മിങ് ഇൻ മാർച്ച് ആൻഡ് ഏപ്രിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5ൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? 5ൻ്റെ വാല്യൂ അത് ഈ 3 2 കൂടെ കൂട്ടി 5ൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 12,000. നമുക്ക് നോക്കാം മാർച്ച് കളയാം. അതുപോലെ 7 8 കൂടെ കൂട്ടിയാൽ എത്ര? 7 8 കൂടെ കൂട്ടിയാൽ 15. 15ൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? 15,000. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5ൻ്റെ വാല്യൂ 12,000 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 12,000 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ 2,400 കിട്ടും. അപ്പോൾ ഈ 3ൻ്റെ യൂണിറ്റ് എത്രയാണ്? 3 ഇതാണ്. 2,400 × 3 7,200 കിട്ടും. കൺട്രി എയിൽ 7,200 വരും. 15,000 വാല്യൂ തന്നേക്കുന്ന 15 താണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1000 ആണ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 1000 ആണ്. 8 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1000 ആണ്. അപ്പം മാർച്ചിൽ കൺട്രി എയിന് 7,200, ഏപ്രിൽ കൺട്രി എയിന് 8,000 വന്നു. അത് രണ്ടും കൂടെ റേഷ്യോ ആയിട്ട് വരികയാണ്. 7,200 8,000 പോയി 0 പട്ടിക്ക് പോയി 72. 80 കൂടെ 8 കൊണ്ട് വെട്ടുമ്പോൾ എത്ര? ഇവിടെ 10 വരും, ഇവിടെ 9 വരും. 9:10 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റൻ എന്താ പറയുന്നത്? LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 175. ദ റേഷ്യോ ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 5:7 ആണെങ്കിൽ ലാർജർ ഓഫ് ദ 2 നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ എന്താ പറയുക, എളുപ്പവഴിയുണ്ട്. HCF തന്നിട്ടുണ്ട്. HCF എത്രയാണ്? 5 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്പറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:7 എന്ന് തന്നിട്ടുണ്ട്. ഈ HCF എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തോളാം 2. അപ്പം എന്താ നമുക്ക് ചെയ്യുന്നത്? 25 വരും, 75 വരും, 35 വരും. ഇതാണ് എന്ത് നമ്പറുകൾ. ഇതിനകത്ത് വലിയ നമ്പർ 35 വലിയ നമ്പർ. അതാണ് കറക്റ്റ് ആൻസർ. ഇതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എങ്ങനെയാണ്? LCM × HCF എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. അപ്പോൾ LCM എത്രയാണ്? 75 × HCF എത്രയാണ്? 5 = ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പറാണ്. നമുക്ക് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ആയിട്ടില്ല, റേഷ്യോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ 5K × 7K എന്ന് എടുത്തോളാം. ഇനി സോൾവ് ഫോർ K ചെയ്യണം. അപ്പോൾ ഈ 5 വിട്ടിപ്പോയി. 7 × 25 ചെയ്യുമ്പോഴാണ് എന്ത്? 7 × 25 ചെയ്യുമ്പോഴാണ് 175 വരുന്നത്. അപ്പം K² എന്ന് പറഞ്ഞാൽ എത്ര? 25 വരും. Kയുടെ വാല്യൂ എത്ര? 5 എന്ന് വരും. അപ്പം നമ്പറിൻ്റെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 5:7 എന്നാണ് തന്നിരിക്കുന്നത്. 5:7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5K 7K എന്ന് എടുത്തോളാം. Kയുടെ വാല്യൂ നമുക്കറിയാം, 5 എന്നറിയാം. വലിയ നമ്പർ കണ്ടുപിടിക്കാൻ 7 × 5 ചെയ്യുക. അപ്പം 35 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യം എന്താ, ഈ ന്യൂമറേറ്റർ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യാം. അപ്പോൾ 3 × 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10/3 - 2 × 2 4 + 5/2 എന്ന് വരും. ഇത് ഡിവൈഡഡ് ബൈ എത്രയാണ്? 1/2 ഓഫ് 1 ആൻഡ് 1/4 എന്ന് എഴുതാൻ പറ്റുന്നത് 5/4 എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ 1/3 + 1/5 ഓഫ് 1/9 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി. അപ്പോൾ 1/45 വരും. അപ്പോൾ മുകളിൽ LCM എടുത്ത് എത്രയാണ് വരുന്നത്? ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനത്തിന് LCM എടുത്താൽ 20 - 15/6 എന്ന് വരും. അത് ഡിവൈഡഡ് ബൈ 1/2 ഓഫ് 5/4 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തോളാം. അപ്പോൾ 5/8 വരും.
താഴെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എന്താ വരുന്നത്? 45 പ്ലസ് 3 ബൈ 135 വരും. ഇനി 5/6 വരും. 5/6 ഡിവൈഡ് ബൈ 5/8 വരും. ഇങ്ങനെ വന്നാൽ എന്താ, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8/5 ആക്കിക്കോളുക. 8/5 ആകുമ്പോൾ ഇത് വെട്ടിപ്പോവും. ഡിവൈഡ് ബൈ 48/135 വരും. മുകളിൽ എന്താ വരുന്നത്? ഇവിടെ 8/6 വരും. ഡിവൈഡഡ് ബൈ 48/135 വരും. ഇത്രയുമാണ് തിരിച്ച് റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കയറി വരുമ്പോൾ എന്താ വരുന്നത്? 135/48 വരും. 48 8 കൂടെ വെട്ടിപ്പോയാൽ എത്ര വരുന്നത്? 6 വരും. ഇത് ചെയ്താൽ എന്താ വരുന്നത്? 135/36 വരും. ഇത് കംപ്ലീറ്റ്ലി ഓഫ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 0.04/0.05 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം ഇൻറ്റു ഇത് വിട്ടാൽ മതി, ജസ്റ്റ് ഇൻറ്റു ഇത് വിട്ടാൽ മതി. ഞാൻ മുകളിലും താഴെ എന്താണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 135/5 ചെയ്യുമ്പോൾ എത്ര? 27 വരും. 36 4 കൂടെ വെട്ടിക്കഴിയുമ്പോൾ എത്രയാണ്? ഇവിടെ 9 വരും. 27/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഷർട്ട് എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് വിറ്റെങ്കിൽ സെക്കൻഡ് ഷർട്ട് എന്ന് പറയുന്നത് എത്ര? ഇത് ഫസ്റ്റ് ഷർട്ട്, ഇത് സെക്കൻഡ് ഷർട്ട്. സെക്കൻഡ് ഷർട്ട് എത്ര രൂപയ്ക്കാണ് വിറ്റ്? 200 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താ? 108ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. 200 എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ 200ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ഡിവൈഡ് ബൈ 108. ഡിവൈഡ് ചെയ്യുമ്പം 200ൽ 108 എത്ര തവണ പോകും? ഒരു തവണ പോകും. 200ൽ നിന്ന് 108 പോയാൽ എത്ര? 92 വരും. അപ്പോൾ 92 പോയില്ലാത്തതുകൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 920 ആക്കിക്കോളാം. 920 ആവാൻ 108നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 108 ഇൻറ്റു 8 ചെയ്താൽ എത്ര? 8 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 800 പ്ലസ് 8 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 64 വരും. 864 വരും. അപ്പോൾ 864 ഇവിടെ വരും. 864 വരും. 960 864 പോയാൽ എത്രയാണ്? റിമൈൻഡർ 54 വരും. 54 പോയില്ല. ഇവിടെ 8 ആദ്യം വരും. അപ്പം 540 ആക്കിക്കൂടുക. എന്നിട്ട് 140 ആവാൻ ഞാൻ 108നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 540 അല്ല, 560 ആട്ടോ. 540 എന്നുള്ളത് എന്താ? 108ൻ്റെ പെർഫെക്റ്റ് മൾട്ടിപ്പിളാണ്. അപ്പം 108 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? കറക്റ്റ് 540 വരും. ഇവിടെ 5 ചെയ്തോളാം, 5 ഇട്ടോളാം. അപ്പം 540 വരും. പിന്നെ റിമൈൻഡർ 20 വരും. അപ്പം 185 നൽകാം. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 185 ആണെങ്കിൽ 100 യൂണിറ്റിൻ്റെ വാല്യൂ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 185 വരും. ഇനി അതുപോലെ എന്താ, ഷർട്ട് 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് 97% വാല്യൂ ആണ് നമുക്ക് എന്താ 100. അപ്പോൾ 1% വാല്യൂ എന്താ? 100/97. ഇവിടെ എന്താ, അത് ഒരു തവണ പോവും. 97 ഇൻറ്റു 1 97 വരും. റിമൈൻഡർ 3 വരും. പോയിന്റ് ഇട്ട് കൊടുത്തോളാം. എന്നിട്ട് 0 ഇട്ട് കൊടുത്തോളാം. ഒന്നും ആയില്ല, അതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്തോളാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളാം. 97 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 3 ചെയ്യുമ്പം 291 വരും. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 9 വരും. അപ്പം നമുക്ക് 1% വാല്യൂ 103 ആണെങ്കിൽ 100% വാല്യൂ എത്രയാണ്? 1% വാല്യൂ 1.3 ആണെങ്കിൽ 1.03 ആണെങ്കിൽ 100% വാല്യൂ 103 കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് കോസ്റ്റ് പ്രൈസ് രണ്ടും കൂടി കൂട്ടിയാൽ 185ഉം 103 കൂടെ കൂട്ടിയാൽ 5 3 8 288 രൂപയുടെ സാധനമാണ് ഇയാൾ എത്രയാണ് 300 രൂപയ്ക്ക് വിൽക്കുന്നത്. 300 രൂപയ്ക്കാണ് ഇയാൾ വിൽക്കുന്നത്. 288 രൂപയുടെ സാധനം 300 രൂപയ്ക്ക് വിൽക്കുന്നത്. എത്രയാണ് ലാഭം? 12 രൂപയാണ് ലാഭം. എത്രയിൽ? 288. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അപ്പം
12 രൂപ ലാഭം കിട്ടി. 288 ഇൻറ്റു 100 ചെയ്ത് കൊടുക്കുക. അപ്പം ഏതൊക്കെ വെട്ടി പോകുന്നു? 6 144 വരും. ഒന്നുകൂടെ 2 കൊണ്ട് വെട്ടാം. 72 വരും. ഇവിടെ 3 വരും. 3 72 കൂടെ നേരെ വെട്ടിക്കളയാൻ പറ്റും. എത്ര? 24 വരും. 1/24 വാല്യൂ എത്രയാണ്? 24 ഇൻറ്റു 100 വരും. ഇതും കൂടെ വെട്ടിക്കളഞ്ഞാൽ 12 ഇൻറ്റു 50. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 4.16 എന്ന് വരും. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ ഏതാ? ഏറ്റവും അടുത്തുള്ള ഓപ്ഷൻ 4.07 ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ വന്നിട്ടുണ്ട് എത്രയാണ്? 4:3 എന്നും അതുപോലെ അവരുടെ ഹൈറ്റിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 6:5. അങ്ങനെയാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ബേസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു ഹൈറ്റില്ല, 2 ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് B1 അല്ല, ഇത് B1 ഇത് B2 എന്ന് എഴുതാം. B2 H1 H2 എന്ന് പറയുന്നത് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 4:3 എന്ന്. ഹൈറ്റിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6:5 എന്നുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുക? ഹാഫും കട്ട് ചെയ്ത് പോയി. അപ്പം P1/B2 എന്ന് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 4:3യുടെ കൂടെ ഈ 5 അവിടെ പോയി മൾട്ടിപ്ലൈ ആവും. അതുപോലെ ഈ 6 ഇവിടെ പോയി ഡിവൈഡ് ആവും. അപ്പോൾ B1/B2 എന്നുള്ളത് 20/6 വരും. വെട്ടിപ്പോയിട്ട് എത്രയാണ്? 5/2 കൊണ്ട് വെട്ടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം 2 കൊണ്ട് വെട്ടുമ്പോൾ 10/9 ആവും. ഇതാണ് ആൻസർ. ഓപ്ഷൻ 4. 10:9 ആണ് ബേസുകൾ തമ്മിലുള്ള റേഷ്യോ. ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബക്കറ്റ് പോലത്തെ സാധനം. കോൺ എന്താണ്? കോൺ പകുതി വെച്ച് മുറിച്ച സാധനമാണ് ഫ്രസ്റ്റം. ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഇതാണ് ഫ്രസ്റ്റം. ഇനി എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. 2 സൈഡിന് റേഡിയസ് തന്നേക്കുന്നത് 7 സെൻറ്റിമീറ്ററും 28 സെൻറ്റിമീറ്ററും. ഇതിനെ എന്ത് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്? ഇതിനെ മെൽറ്റ് ചെയ്ത് സിലിണ്ടറാക്കി അതിൻ്റെ ബേസും ഹൈറ്റും തന്നേക്കുന്ന റേഷ്യോ ആണ് ഇത് തന്നേക്കുന്നത്. എത്രയാണ്? 3:5. അങ്ങനെ ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എത്രയാണെന്ന് ചോദിച്ചേക്കും. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് എ ഫ്രസ്റ്റം എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് π × h × r. അതായത് 2 R ഉണ്ട്. ഈ എന്താണ്? താഴത്തെ ആറാണ് വലിയ ആറ്, മുകളിലത്തെ ആറ് ചെറിയ ആറ്. അപ്പം R², ക്യാപിറ്റൽ R² പ്ലസ് സ്മോൾ R² പ്ലസ് ക്യാപിറ്റൽ R ഇൻറ്റു സ്മോൾ r. ഇവിടെ ഒരു /3 കൂടെ ഉണ്ട്. ഇത് റീകാസ്റ്റ് ചെയ്തേക്കുന്നത് എന്തുമായിട്ടാണ്? കോൺ എത്രയാണ്? πr² ആണ്. അപ്പോൾ പൈയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ആറിൻ്റെ എന്താ? 6 റേഡിയസ് 3 ആണ്. അപ്പം നമുക്ക് 3k ഇടാം. 3k² ഇൻറ്റു h എത്രയാണ്? 5k ആണ്. അപ്പോൾ π × 9k² ഇൻറ്റു 5k വരും. വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. കാരണം എന്താ? കാരണം ഈ ഫ്രസ്റ്റം മെൽറ്റ് ചെയ്തിട്ടാണ് സിലിണ്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ പൈയും കട്ട് ചെയ്ത് പോയി. നമ്മുടെ ഹൈറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 45 തന്നിട്ടുണ്ട്. അപ്പം 45ഉം 9 കൂടെ വെട്ടിപ്പോയാൽ എത്ര? ബാക്കി ഇവിടെ 5 ഉള്ളൂ. ആ 5ഉം ഈ 5ഉം കൂടെ വെട്ടിപ്പോയി. ഈ 3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? 3k³ ആവും. അപ്പം 3k³ പിന്നെ ഇതെടുത്ത് എഴുതി കൊടുക്കുക. അപ്പം 28² പ്ലസ് ചെറിയ എത്രയാണ്? ചെറിയ r എത്രയാണ്? 7² പ്ലസ് 28 × 7 വരും. ഈ 28ന് ഞാൻ എന്താ? 7 × 4 × 7 × 4 എന്ന് എഴുതാം. പിന്നെ പ്ലസ് 7 × 7 പ്ലസ് 7 × 4 × 7 വരും. ഇതിനെന്താ? 7² ഞാൻ പുറത്തെടുത്തിടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 3k² ഉണ്ട് കേട്ടോ. 3k³ എന്ന് പറയുന്നത്
ഇനി 7 സ്ക്വയർ ഞാൻ പുറത്തെടുത്തു. 3k³ എന്ന് പറയും. 7³ പുറത്തെടുത്ത് വെച്ചു. ബാക്കി എന്താ, ഇവിടെ 16 വരും. ഇവിടെ എന്താ 4 × 4 16 വരും. ഇവിടെ ഒന്നും വരത്തില്ല, 1 വരും. അതുപോലെ എന്താണ് ഇവിടെ 4 വരും. അപ്പോൾ ഇത് സം ചെയ്യുമ്പോൾ എത്ര വരുന്നത്? ഇത് സം ചെയ്യുമ്പോൾ 21 വരും. ഇത് അകത്ത് എന്താ 21 വരും. ഇതും കൂടെ വെട്ടിപ്പോയിട്ട് എന്താ 7 വരും. ഇവിടെ 7³ അല്ല കേട്ടോ, 7 സ്ക്വയർ ആണ്. ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ k³ വാല്യൂ എന്താണ് 7³ വരും. കെയുടെ വാല്യൂ 7 വരും. കെയുടെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് എന്താണ് നമുക്ക് ഈ റേഷ്യോ ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് എന്ന 3:5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3k 5k എന്ന് എടുത്തത്. അപ്പോൾ ശരിക്കുമുള്ള ഇവരുടെ വാല്യൂ എന്താണ് 21 35. അപ്പം ബേസും ഹൈറ്റും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്താ ഇതുകൊണ്ട് കർവ്ഡ് സർഫസ് ഏരിയയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്, അത് കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2πr/h ആണ്. അപ്പോൾ r പറയാം, h പറയാം. 2 × 22/7 × r എത്രയാണ്? r 21 × ഹൈറ്റ് എത്രയാണ് 35. അപ്പോൾ 7 21 കൂടെ വെട്ടിപ്പോയി. ഇവിടെ 3 വന്നു. അപ്പം 35 × 3 105. 105 × 3 105 × 22 ചെയ്യുമ്പോൾ എത്രയാണ് 105 × 22 ചെയ്യുമ്പോൾ 2310 വരും. അതിൻ്റെ ഇരട്ടി എടുത്താൽ എത്രയാണ് 4620 വരും. 4620 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ചെയ്യാൻ സാധാരണ അറിഞ്ഞിരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വോളിയം ഓഫ് എ ഫ്രസ്റ്റർ അറിഞ്ഞിരിക്കണം. പിന്നെന്താ വോളിയം ഓഫ് വോളിയം ഓഫ് സിലിണ്ടർ, അത് പിന്നെ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് മാക്സ് ടു സെൻട്രൽ ആംഗിൾ ഓഫ് സൈൻസ് എന്നാണ് ചോദിച്ചത്. ഇത് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് മാക്സ് ഈസ് ടു സെൻട്രൽ ആംഗിൾ ഓഫ് സൈൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സെൻട്രൽ ആംഗിൾ ഓഫ് മാക്സ് എത്രയാണ് 20. അല്ല, പെർസെൻറ്റേജ് ഓഫ് മാക്സ് എത്രയാണ് 20. അതായത് മാക്സ് എന്ന് പറയുന്നത് 20, സയൻസ് എന്ന് പറയുന്നത് എത്രയാണ് 30. ഇത് കിട്ടിക്കളഞ്ഞു. ഇപ്പം 2:3 തന്നെയാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 2. ഇവിടെ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ എടുത്താൽ മതിയാവുമെന്ന് പറഞ്ഞത് എന്ത് കാരണം കൊണ്ട്? അതായത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ ആംഗിൾ, സെൻട്രൽ ആംഗിൾ പിന്നെ പൈ ചാർട്ടാണ്. സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കാണുന്നത്, സെൻട്രൽ ആംഗിൾ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് തന്നേക്കുന്ന ഡേറ്റയിൽ ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് എത്രയുണ്ട് അത്, ഇപ്പം ഇംഗ്ലീഷ് എത്രയുണ്ട് അത് ടോട്ടൽ എത്രയുണ്ട്, അതായത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇൻറ്റു 360 ആണ് എന്ത് സെൻട്രൽ ആംഗിൾ തീറ്റ വരുന്നത്. ഇവിടുത്തെ കേസിൽ ഇപ്പം എന്താ ഇംഗ്ലീഷല്ല, ഇവിടുത്തെ കേസിൽ മാത്സ് ആണ്. അപ്പം മാത്സ് 20% ഡിവൈഡഡ് ബൈ 100 × 360 വരും. അതുപോലെ തന്നെ എന്താ എൻ്റെ കേസിൽ 30% ഡിവൈഡഡ് ബൈ 100 × 360 വരും. ഇവിടെ 360 വെട്ടിപ്പോയി, 100 വെട്ടിപ്പോയി. ബാക്കി എന്താ 20/30 അപ്പം 2:3 തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മളോട് വോളിയം ഓഫ് ദ കോണാണ് ചോദിച്ചേക്കുന്നത്. വോളിയം ഓഫ് ദ കോൺ എത്രയാണ് 1/3 πr² ആണ്. ഹൈറ്റും എന്താണ് ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 × 22/7 × r എത്രയാണ്, ആറിലാണ് തന്നേക്കുന്നത്, ഡയമീറ്റർ തന്നേക്കുന്നത്. ഡയമീറ്റർ 12 തന്നിട്ടുണ്ട്. അപ്പോൾ 6 ആണ് റേഡിയസ് ഇൻറ്റു 6, ഹൈറ്റ് എത്രയാണ് 7. ഇവിടെ 7 കട്ട് ചെയ്ത് പോയി. 3യും 6 കൂടെ കട്ടിപ്പോൾ ഇവിടെ 2 വന്നു. 22 × 12. അപ്പം ചെയ്യുമ്പോൾ എത്രയായി 264 എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ പുള്ളി
10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അത് രണ്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തത്. എയും ബിയും. ഒന്ന് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് 8%, മറ്റേത് അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ 2 years എന്ന് പറയുന്നത് 1680 രൂപയാണെങ്കിൽ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്കീം എ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പം നമുക്കിത് അലിഗേഷൻ വെച്ച് ചെയ്യാം. അപ്പം ആദ്യത്തെ പാർട്ടിയിൽ നിന്ന് 8% കിട്ടി, രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് 10% കിട്ടിയെന്നാണ്. ഇനി ഓവറോൾ ഇവിടെ എത്ര ശതമാനം കിട്ടിയെന്ന് തന്നിട്ടില്ലെങ്കിലും എന്താണ് ഈ 1680 രൂപ കിട്ടിയെന്ന് തന്നിട്ടുണ്ട്. 1680 രൂപ കിട്ടണമെങ്കിൽ എത്ര ശതമാനം വേണം? അതായത് 1680 രൂപ ഡിവൈഡ് ബൈ 10,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇതും വെട്ടിപ്പോയി, ഇവിടെ വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. അപ്പം 16.8% 2 വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു വർഷത്തേക്ക് അപ്പോൾ എത്ര? ഒരു വർഷം നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ എത്ര? 8.4 വരും. ഇപ്പോൾ ഇവിടെ 8.4% വരും. ആവറേജ് 8.4% കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്താ അലിഗേറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പം 8 8.4 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 0.4 വരും. അതേസമയം ഇവിടെ എത്ര? മൈനസ് ചെയ്താൽ 1.6 വരും. ഇത് പെർസെൻറ്റേജ് അല്ല കേട്ടോ. ഇതെന്താ, ഇത് ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്താ 1:4 ഡിവൈഡ് ചെയ്തേക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഈ 1:4 റേഷ്യോയിലാണ് ഇയാൾ എയും ബിയിലും സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. പൈസ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 1:4 റേഷ്യോയിലാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഈ എയുടെ അടിയിൽ വരുന്ന എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം 10,000 ഉണ്ട് ഇൻറ്റു മൊത്തം അതിനകത്ത് 5 പാർട്ടും ഉണ്ട്. അതിനകത്ത് നമുക്ക് നാലാമത്തെ പാർട്ടിൽ എത്ര വേണമെന്നാണ് ചോദിച്ചത്. അപ്പം 5ഉം 10ഉം കൂടി വെട്ടിപ്പോകുമ്പോൾ എത്ര? 2000. 2000 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8000 ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ എന്തായാലും ഇങ്ങനെ നടക്കുന്നത്. ഇത് ഓപ്ഷൻ 3 8000 ആണെന്ന് തോന്നുന്നു. അപ്പം ഈ 2 ഒന്നും ഇല്ലാത്ത കേട്ടോ, 2 എക്സ്ട്രാ കയറി കാണാം. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഓപ്ഷൻ 3 8000 ആണ് വരേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ സൈഡ് എല്ലാം തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 12, 13, 5 കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. 5 ഏറ്റവും ചെറിയ സൈഡാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഓഡ് നമ്പറാണ് ഏറ്റവും ചെറിയ സൈഡായിട്ട് തന്നിരുന്നെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കുക, 25 എടുക്കുക. 25ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 12.5 കിട്ടും. ആ 12.5ൻ്റെ ഇടവും വലം കിടക്കുന്ന നമ്പറിലെ നോക്കിയാൽ 12, 13. ഈ സെയിം സംഭവം തന്നെ എന്താണ് 7 വെച്ച് എടുത്തോളൂ. അപ്പം 7 സ്ക്വയർ എടുക്കുമ്പോൾ 49 വരും. 19/2 എടുക്കുമ്പോൾ എത്ര? 24.5 വരും. 24ൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 24ൻ്റെ അല്ല, 24.5, 24, 25 കൊടുത്തോളൂ. ഇപ്പം 7, 24, 25 എന്താണ് ഒരു ട്രിപ്ലറ്റായി. ഇവിടെ 5, 13, 12 ട്രിപ്ലറ്റാന്ന് മനസ്സിലായി. അപ്പം 5 എന്താണ് ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് വരും. പിന്നെ 13 എന്നുള്ള ഹൈപ്പോട്ടനസ് വരും. 13 ഹൈപ്പോട്ടനസ് വരും. 12 എന്താണ് ഈ 5 ഈ ബേസിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡായിട്ടും വരും, അല്ല ഹൈറ്റായിട്ട് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12 ചെയ്താൽ മതി. ഇപ്പോൾ എത്രയാണ്? 6, 30 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർത്ത് പ്രൊപ്പോർഷനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മളോട്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? 36 ഇൻറ്റു 35 ചെയ്യുക, ഡിവൈഡ് ബൈ 42 ചെയ്യുക. അതായത് 42 36 35 എക്സ് എന്ന് എടുത്തോളാം. എന്നിട്ട് ഈ അകത്തെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ പുറത്തെ 2 നമ്പർ ചെയ്യുക. അപ്പം ഇവിടെ 36 ഇൻറ്റു 35 ഈക്വൽ ടു 42 എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണ്? ഈ 42 കൂടെ ഡിവൈഡ് ആയിട്ട് വരും. മുകളിൽ താഴെ 6 കൊണ്ട് വെട്ടുമ്പോൾ 6, 6, 36, 6, 7, 42 വരും. 7, 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര? 7, 5, 35. അപ്പം 6 ഇൻറ്റു 5 എത്രയാണ്? 30 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3.
ഇവിടെ എന്താ ട്രയാങ്കിളിലെ സൈഡിൻ്റെ റേഷ്യോ ഇതുണ്ട് 5:12:13 തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ് തന്നേക്കുന്നത്? 90 തന്നേക്കുന്നത്. അപ്പോൾ 5:12:13 സം എത്രയാണ്? 90 തന്നിട്ടുണ്ട്. 5ഉം 12 13 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 15 15ഉം 10 25 25 3 28 വാല്യൂ ആണ് നമുക്ക് എന്ത് 90 തന്നേക്കുന്നത്. ഇത് കുഴപ്പം പറ്റിയല്ലോ. 17 17ഉം 13 പോകും. 17ഉം 13 അതായത് 17ഉം 13 വരുമ്പോൾ 30 വരും. 30ൻ്റെ വാല്യൂ ആണ് നമുക്ക് 90 തന്നേക്കുന്നത്. അപ്പം 1ൻ്റെ വാല്യൂ എത്രയാണ്? 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 നമ്മൾ ചോദിച്ചേക്കുന്നത് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു 3 മൾട്ടിപ്ലൈ കിട്ടുക. കാരണം എന്താ? 1ൻ്റെ വാല്യൂ 3 അപ്പം 5ൻ്റെ വാല്യൂ എത്രയാണ്? 15 വരും. 12ൻ്റെ വാല്യൂ എത്രയാണ്? 36 വരും. ഇവിടെ 13 × 3 ചെയ്യുമ്പോൾ 39 വരും. ഇവിടെ 5 12 13 കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണെന്ന് മനസ്സിലായി. ഏറ്റവും വലിയത് ഹൈപ്പോട്ടനസും ഏറ്റവും ചെറുത് ബേസും ആണെന്ന് മനസ്സിലായി. അപ്പം ഇത് ഹൈറ്റ് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 36 ഇൻറ്റു ഹൈറ്റ് 39 അല്ല, അത് ഹൈപ്പോട്ടനസ് ആണ്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 15 വരും. 15 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 36 വരും. 2 36 കൂടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രയാണ്? 18 വരും. 18 ഇൻറ്റു 15 വന്നാൽ എത്ര? 270 വരും. അതാണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ? ആദ്യം ഡിവൈഡ് ചെയ്യാനാലും ഡിവൈഡ് ചെയ്യാം. ബോട്ട് മാസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ 11/11 വരുമ്പോൾ 1 വരും. അപ്പോൾ 11 × 11 പ്ലസ് 1 വരും. മൈനസ് 11 × 11 പ്ലസ് 11 പ്ലസ് 11 × 11 മൈനസ് 11 മൈനസ് 11 വരും. നമുക്കിത് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് മാറി 1 ആവും. അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം ഇത് 121 ആവും. ഇത് 121 ആവും. ഇതെന്ത് സംഭവിക്കും? അവിടെയല്ല, ഇവിടെ എന്ത് സംഭവിക്കും? 121 ആവും. ഇതും 121 ആവും. ഇത് പ്ലസ്സാണ്, ഇത് മൈനസാണ്. അതുപോലെ ഇവിടെ പ്ലസ്സാണ്, ഇവിടെ മൈനസാണ്. എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം വെട്ടിപ്പോവുക ചെയ്യും. ബാക്കി എന്താ ഇവിടെ ഒരു +11 ഒരു -11 കിടപ്പുണ്ട്. അത് നേരത്തെ വെട്ടിപ്പോവും. ആൻസർ 1 ആണ് വരുന്നത്. അപ്പോൾ ഒരു പോപ്പുലേഷൻ ഓഫ് എ സിറ്റി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? ഇത്രയാണ് തന്നേക്കുന്നത്. അതായത് 3,52,314. 15% വെച്ചാണ് വളരുന്നത്. 2 വർഷം കൊണ്ടാണ് ഇത്രയായത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ പോപ്പുലേഷൻ 2 years ago എന്നാണ് ചോദിച്ചത്. 15% നമുക്ക് എങ്ങനെയാണ്? 15/100 എന്ന് എഴുതാൻ പറ്റും. 100/5 എന്ന് പറഞ്ഞാൽ എത്ര? 20 വരും. ഇത് 15 എന്ന് പറഞ്ഞാൽ 3 വരും. അതായത് 20 ഉണ്ടായിരുന്നത് 23 ആയെന്നാണ് അർത്ഥം. ഒരു വർഷം കൊണ്ട് 20 ഉണ്ടായിരുന്നത് 23 ആയി. അപ്പം ആദ്യം എത്ര ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അത് ഇൻറ്റു 23/20 ചെയ്തു. ഒരു വർഷം കൂടെ, ഇത് ഒരു വർഷത്തെ കണക്ക്, ഇത് ഒരു വർഷം കൂടെ റിപ്പീറ്റായി. അപ്പം 23 × 20 അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്രയാണ്? 352 314 വരും. ഇത്രയെന്നത് 23 വെച്ച് വെട്ടാൻ പോവാം. ഇതിൽ 23 എത്രയാണ് പോകും? ഒരു തവണ പോകത്തുള്ളൂ. അപ്പോൾ 23 എത്രയാണ്? 12 വരും. 122 ആക്കി കൂടാ. 23 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 3 × 5 ചെയ്യുമ്പോൾ 115 വരുന്നത്. അപ്പം 115 വരും. റിമൈൻഡർ 7 വരും. അപ്പം 73 ആയി. 3 തവണ പോകത്തുള്ളൂ. 69 വരും. റിമൈൻഡർ എത്രയാണ്? 4 വരും. 1 വരാൻ 1 വരത്തുള്ളൂ. അപ്പം 23 41 വെച്ചാൽ എത്രയാണ്? 41 വെച്ചാൽ റിമൈൻഡർ 18 വരും. അപ്പം 18 അവസാനം 184 വരും. 184 എന്ന് പറഞ്ഞാൽ എന്താണ്? 18ൻ്റെ 23 × 18 ചെയ്താൽ 23 × 8 ചെയ്താൽ 184 വരും. അപ്പോൾ ഇവിടെ 8 വരും. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 23 ആയിരുന്നു. ഒരു തവണയും കൂടെ 23 ഡിവൈഡ് ചെയ്യാം. 53 എടുക്കുമ്പം 23 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 138 വരും.
138 153 പോയാൽ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 15 തന്നെ വരും. അപ്പം 151 വരും ഇവിടെ. 151 എത്തിക്കാൻ പിന്നെ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 151 പിന്നെ 138 മൈനസ് ചെയ്താൽ 13 പിന്നെയും വരുന്നത്. അപ്പം ഇനി എന്താ 138 എത്തിച്ചാൽ മതി. 138 എന്ന് പറയുന്നത് 23ൻ്റെ പെർഫെക്റ്റ് മൾട്ടിപ്പിളാണ്. അപ്പോൾ 6 606 വരും. എക്സിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? 606ൻ്റെ ആദ്യം ഇരട്ടി എടുത്തോളൂ, പിന്നെ ഒരു ഇരട്ടിയും കൂടെ എടുത്തോളൂ. അപ്പോൾ 606ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 1332 വരും. അതിൻ്റെ ഒന്നും കൂടെ ഇരട്ടി എടുക്കുമ്പം 2664 വരും. അതിൻ്റെ കൂടെ 2 0 കൊണ്ട് ഇട്ട് കൊടുത്തോളാം. അപ്പോൾ ഇതാണ് ആൻസർ. 26 64 00. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് വർഷമാണ് കഴിഞ്ഞ 30 വർഷത്തിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിന് പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ചോദിച്ചേക്കും. പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് ചോദിച്ചേക്കും. അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇതെന്താ 9.5ഉം 11.4ഉമാണ്. അപ്പോൾ 11.4ൽ നിന്ന് 9.5 കുറച്ച് എത്രയാണ്? ഇവിടെ 1.9 കൂടിയിട്ടുള്ളൂ. ഇനി ഈ 2003 2004 സീസണെ വെച്ച് നോക്കുമ്പോൾ എന്താ 6.5ന് 7.5, ഇവിടെ 1.3 ആണ് കൂടിയിരിക്കുന്നത്. ഇനി 5.2ൽ നിന്ന് 6.5ലേക്ക് എത്ര കൂടിയിരിക്കുന്നത്? ഇവിടെ 1.3 തന്നെ കൂടിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് 7.8ൽ നിന്ന് 9.9ലേക്ക് കൂടിയിരിക്കുന്നു. എത്ര കൂടിയിരിക്കുന്നത്? 7.8ൽ നിന്ന് 8.8, 9.8, 2.1 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 2005 തന്നെയാണ് ആൻസർ വരുന്നത്. പ്രീവിയസ് ഇയറിലെ വെച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഈ 9.9 വാല്യൂ വന്ന് 2005ലാണ്. ഓപ്ഷൻ 2. ഇപ്പോൾ ഇവിടെ എന്താ ഈ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ റൈസ് ടു 4 തീറ്റ എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ഞാൻ ഒരു ടാൻ സ്ക്വയർ കോമൺ എടുക്കുക പുറത്തേക്ക്. അപ്പം ടാൻ സ്ക്വയർ തീറ്റ പുറത്തെടുത്താൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അകത്ത് വരും. എനിക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണെന്നറിയാം. എന്താണ് അത്? സീക്ക് സ്ക്വയർ തീറ്റയാണ്. അപ്പം ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഞാൻ എന്താ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. സീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഈ ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരുന്ന എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് കൊടുക്കുക. ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇതെന്താണ്? ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. അതായത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. കാണാൻ പഠിച്ചു വയ്ക്കേണ്ട സാധനം. ഇനി ഇതെന്താണ്? ഇത് ജസ്റ്റ് KT മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് ആൻസർ കിട്ടും. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ ഇവിടെ സീക്ക് റൈസ് ടു 4 തീറ്റ ആവും. സീക്ക് റൈസ് ടു 4 തീറ്റ ആവും. ഇവിടെ എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റ ആവും. അപ്പം ഇതാണ് ആൻസർ. അപ്പം ഓപ്ഷൻ 2 സീക്ക് റൈസ് ടു 4 തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ A+B തന്നിട്ടുണ്ട്, AB 6 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് A³ + B³ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? A³ + B³ + 3AB × A+B ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടാ ഈ പാർട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്ര എടുത്ത് ഇങ്ങോട്ട് വിട്ടാൽ മതി. അതായത് A+B ഹോൾ ക്യൂബ് മൈനസ് 3AB × A+B ചെയ്താൽ മതി. അപ്പം ഇതിനകത്തുള്ള എല്ലാ വാല്യൂ നമുക്കറിയാം. A+Bയുടെ വാല്യൂ എന്താ? 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 മൈനസ് 3 × ABയുടെ വാല്യൂ എത്രയാണ്? 6 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു A+Bയുടെ വാല്യൂ ഒന്നും കൂടെ തന്നേക്കും 10. അപ്പം 1000 മൈനസ് 180 വരും. അപ്പോൾ 1000 നിന്ന് 100 പോയാൽ 900, 900 നിന്ന് 80 പോയാൽ എത്ര? 820 ആൻസർ കിട്ടും.
അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ ചോദിച്ചേക്കുന്നത് എഡ്യൂക്കേഷന് ചിലവാക്കിയ ഫിഗറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താ ഇതിൻ്റെ എല്ലാം ടോട്ടൽ എടുക്കേണ്ടി വരും. നല്ല മെനക്കേടുള്ള പണിയാണ്. 75, 25, 64, 75, 4200, അടുത്തത് 54, 25, അതുപോലെ 52, 50, 62, 50, 6125, 6125. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം എടുക്കുമ്പോൾ എത്ര വരുന്നത്? 5, 10, 15, 20. ഇവിടെ 20 വരും, 2 റിമൈൻഡർ. 2, 4, 6, 8, 8, 7, 15, 15, 5, 20. 2 റിമൈൻഡർ വന്നു. ഇനി 4, 4 × 6, 6, 10, 12, 14, 19, 1, 20. ഇപ്പോൾ 2 ഇവിടെ വരും. 5, 5, 10, 16, 22, 26, 26, 28, 28, 7, 35. സെൻട്രൽ ആംഗിൾ കാണാൻ തന്നെയാണ് നമുക്ക് വേണ്ട സാധനം ഏതാ? എഡ്യൂക്കേഷനാണ്. അതായത് ആഷ് കളറുള്ള 54, 25 ഡിവൈഡ് ബൈ 35,000 ഇൻറ്റു എത്രയാണ്? 360 ചെയ്താൽ മതി. ഒരു 0 കട്ട് ചെയ്ത് പോയി. മുകളിൽ താഴെ ഞാൻ 25 കൊണ്ട് വെട്ടി. അപ്പം മുകളിൽ എന്താ? 217 വരും. താഴെ എന്താ? 140 വരും. 140 ഡിവൈഡ് ബൈ 7 ചെയ്യുക. അപ്പം എത്രയാണ്? 7 2s are 14 ആണ്. അപ്പോൾ 20 വന്നു. 217 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 31 വരും. ഇനി 20, 36 കൂടെ വെട്ടി എത്രയാണ്? ഇവിടെ 10 വരും, ഇവിടെ 18 വരും. അപ്പം 31 × 18 ഇത് എത്രയാണ്? 8 1 8, 8 3s are 24, 24 പ്ലസ് 25 വരും. 5 എടുത്ത് എഴുതി, 2 അവിടെ എഴുതി. 3 1s are 3, 2 കൂടെ ആഡ് ചെയ്താൽ 5 വരും. 558 ഈ 31 × 18 ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ ഒരു 10 കൂടെ ഉണ്ട്. അപ്പം എത്ര? 55.8 കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ട്. ഒരു ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 29 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത 2 സൈഡിൻ്റെ എന്താ സമ്മ് എത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 41 തന്നിട്ടുണ്ട്. ഈ സൈഡാണ് 29. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 29 വരുന്ന ട്രിപ്ലറ്റ് ഏതാ? 20, 21, 29 ഒരു ട്രിപ്ലറ്റാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡ് 20 വരും, ഇവിടെ 21 വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻസർ 3. ഇനി ഇത് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കണം, മറ്റേ സൈഡ് 41 - x ആയിട്ട് എടുക്കണം. ഈ 41 - x എന്ന് പറഞ്ഞാൽ എടുക്കാൻ കാരണം എന്താ? കാരണം 2 സൈഡിൻ്റെ സമ്മ് 41 തന്നിട്ടുണ്ട്. അപ്പം എക്സ് ഒരു സൈഡാണെങ്കിൽ വൈ വേറെ സൈഡാണെങ്കിൽ എന്താണ്? x + y എന്ന് പറയുന്നത് 41. അപ്പം y = എന്താണ്? 41 - x ആണ്. ഇനി എക്സും 41 - x എടുത്തിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അതായത് x + 41x, x² + 41 - x² എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. ഇനി ഇത് സോൾവ് ചെയ്തെടുക്കും. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഹൂ അപ്പിയർ ബോത്ത് സിവിൽ സർവീസ് ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം ഇൻ ദ ഇയർ 2022 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? ഇൻ തൗസൻഡ്സ് ആണ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും ഒപ്പം 3 0 ഉണ്ട്. നമുക്ക് വേണ്ട എന്താ? 2022 കാര്യമാണ്. 2022 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര? 120 ഉണ്ട്. അതിൽ ഗ്രാജുവേറ്റ്സ് എത്രയാണ്? 80 ഉണ്ട്. ഇവിടെ എഞ്ചിനീയറിംഗിൽ 135 ഉണ്ട്. അതിനകത്ത് ഗ്രാജുവേറ്റ്സ് എത്ര? 78%. അപ്പം 120ൻ്റെ 80% എടുക്കുമ്പോൾ എത്രയാണ്? 96 വരും. ഇനി 135ൻ്റെ എത്ര? 78% എടുക്കണം. ഇവിടെ 13.5 എന്ന് വരും. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13.5. അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ എത്രയാണ്?
13.5 ഇൻറ്റു 7 ചെയ്യണം. 13 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 91 വരും. അതിൻ്റെ കൂടെ 0.5 ഇൻറ്റു 7 കൂടെ ചെയ്യണം. 0.5 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 3.5 വരും. 91 3.5 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 70% എന്ന് പറഞ്ഞപ്പം 94.5 വരും. 94.5 വരും. പ്ലസ് 10% എന്നുള്ള നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? 13.5 നേരെ പകുതി എടുത്ത് 5% കിട്ടും. അത് എത്രയാണ്? 6.75. ഇപ്പോൾ 75% വരെ. 3% ചെയ്യേണ്ട. 1%ൻ്റെ വാല്യൂ 1.35 അത് അതിൻ്റെ 3 ചെയ്താൽ മതി. അത് 4.05. അപ്പം 4.05 കൂട്ടിയാൽ മതി. 94.5 6.75 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 101.25 വരും. ഇനി അതിൻ്റെ കൂടെ 4.05 കൂടെ കൂട്ടണം. അപ്പം 105.3 വരും. 5.3. ഇതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 96 കൂടെ കൂട്ടണം. നമ്മൾ ചോദിച്ചേക്കും CSഉം ESഉം കൂടെ ടുഗദർ എത്രയെന്നാണ് ചോദിച്ചേക്കും. അപ്പോൾ 96 കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഇവിടെ 0.3 വരും. 5 6 11 വരും. റിമൈൻഡർ 1. ഇത് 9 കേട്ടോ. 9ഉം 1ഉം 10. 0 ഇവിടെ വരും. 1 ഇവിടെ വരും. അപ്പം 201.3 വരും. 201.3 ഇൻറ്റു 1000 ആണ്. അപ്പോൾ എത്രയാണ്? 201,300 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. ഇവിടെ ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണ് തന്നേക്കുന്നത്? ബോട്ടിൻ്റെ സ്പീഡ് 17 km/h തന്നിട്ടുണ്ട്. അതേസമയം സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണ്? സ്ട്രീമിൻ്റെ സ്പീഡ് തന്നേക്കുന്നത് 5 km/h. ഓൺ സ്ട്രീം വരുമ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുക കഴിഞ്ഞാൽ അപ്പം മൊത്തം സ്പീഡ് എന്താ? 17 5 കൂടെ കൂടുമ്പോൾ 22 km/h ആവും. 110 km 22 km/h പോകാൻ എത്രയാണ് എടുക്കുന്നത് വെച്ചേക്കുന്നത്? 22 ഇൻറ്റു 5 ചെയ്യുമ്പം എത്രയാണ്? 110 വരുന്നത്. അതായത് 22 ഇൻറ്റു 10/2 ചെയ്താൽ മതി. അപ്പോൾ 220 പകരം എടുക്കുമ്പോൾ 110 വരുന്നത്. അപ്പോൾ 5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. ഇവിടെ 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ വന്നിട്ട് 3:4 എന്നാണ്. അവരുടെ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2700 വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3K അത് നമുക്ക് 3K 4K എടുക്കാം. 3K ഇൻറ്റു 4K ചെയ്യുമ്പോൾ ആ നമ്പർ കിട്ടും. അതേസമയം LCM ഇൻറ്റു HCF ചെയ്യുമ്പോഴും ആ നമ്പർ കിട്ടും. 2700 കിട്ടും. അപ്പം 12K എന്നുള്ള എന്താണ്? 2700 ആണ്. 12K സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2700 ആണ്. 2700/12 ചെയ്യുമ്പോൾ എത്രയാണ്? 225 വരും. അതായത് K സ്ക്വയറിൻ്റെ വാല്യൂ 225 വരും. Kയുടെ വാല്യൂ എത്രയാണ്? √225 എന്ന് പറഞ്ഞാൽ 15 ആണ് കറക്റ്റ് ആൻസർ. ഞാൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്തായി? Kക്ക് 15 മതി. അതായത് 3K ആണ്. ഇവിടെ 4K ആണ്. അപ്പോൾ 3Kക്ക് 15 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ്? 45 എന്ന് വരും. പ്ലസ് 15 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 60 വരും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ മതി. രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 105 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ പുള്ളി 40 km ഓടുന്ന കാര്യം പറഞ്ഞത്. 40 km 4 പാർട്ടായിട്ടാണ് ഓടുന്നത്. 4 പാർട്ട് എന്ന് പറയുമ്പോൾ 1 2 3 4. അപ്പോൾ ഈ ആദ്യത്തെ 10 km കവർ ചെയ്യാൻ ഇതെല്ലാം 10 km ആണോ? 30 km ആണോ? ശരിയാക്കി തരാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 10 km ഓടാൻ രണ്ടാമത് ഓടിയ 10 km ഇരട്ടി സമയം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയാൾ സെക്കൻഡ് 10 ഓടുന്നതിൻ്റെ പകുതി ടൈമേ ഫസ്റ്റ് 10 ഓടുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് T ആണെങ്കിൽ ഇത് 2T. അങ്ങനെയല്ല, ഫസ്റ്റ് ഓടുന്നതിൻ്റെ പകുതി സെക്കൻഡ് ഓടുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ഓടുന്നതിൻ്റെ ഇരട്ടിയാണ് ഫോർത്ത് ഓടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 2T വരും പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഈ സ്പീഡ് ഈസ്
ഇൻ ദ ഫസ്റ്റ് 10 കിലോമീറ്റർ 40 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെ 40 km/h തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് മൊത്തം ഓടാൻ 40 കിലോമീറ്റർ ഓടാൻ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പം സ്പീഡ് ഈസിക്കൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമുക്കിവിടെ ടൈം അറിയത്തില്ല, സ്പീഡും ഡിസ്റ്റൻസും അറിയാം. ടൈം കാണാൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്, 10 കിലോമീറ്റർ. ടൈം എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, സ്പീഡ് എന്ന് പറയുന്നത് 40 km/h. അപ്പം 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 0.25 അവേഴ്സാണ്. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇയാൾ ആദ്യം ഇവിടെ ഓടാൻ 15 മിനിറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ ഓടാൻ അയാൾ എത്ര 7.5 മിനിറ്റ് എടുക്കുന്നു. ഇവിടെ ഓടാൻ 15 മിനിറ്റ് എടുക്കും. ഇവിടെ ഓടാൻ തെറ്റിപ്പോയി, ഇവിടെ ഓടാൻ 7.5 മിനിറ്റ് എടുക്കുന്നത്. ഇവിടെ ഓടാൻ 15 മിനിറ്റ് എടുക്കും. ആവറേജ് സ്പീഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കിങ് ചെയ്താൽ മതി. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 40 കിലോമീറ്ററാണ്. ടോട്ടൽ ടൈം ടേക്കിന് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എത്രയാണ്, 15 × 3 ചെയ്യുമ്പോൾ 45 മിനിറ്റ് എന്ന് വരും. 45 മിനിറ്റിനെ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3/4 ആണ് ഹവേഴ്സ്. ഡിവൈഡ് ബൈ 3/4 വരും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മുകളിലേക്ക് പോകും. ചെയ്യുമ്പോൾ എത്ര, 4 4 60, 160/3 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ആദ്യം ഈ ഒരു നമ്പർ 10% കൂട്ടി, പിന്നെ ഒരു 20% കൂടെ കൂട്ടി, അതിനുശേഷം എന്താണ് 12% കുറച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് ദ ഒറിജിനൽ നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം 100 ഉണ്ടായിരുന്നൊരു സംഖ്യ 10% കൂട്ടിയത് ഇപ്പോൾ 1/10 ആണ് 10%ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ. അപ്പോൾ 10 എന്നുള്ള 11ആയി. ഇൻക്രീസ് എന്ന് പറഞ്ഞപ്പോൾ 10 എന്നുള്ള 11ആയി ഇൻറ്റു ഇനി 20% കൂട്ടിയതാണ്. 20% 1/5 ആണ്. 5 എന്നുള്ളത് 6ആയി. 5 എന്നുള്ളത് 6ആയി. അതിനുശേഷം എന്താ 12% കുറയ്ക്കും ചെയ്തേ. അപ്പോൾ 12% എങ്ങനെയാണ്, 12/100 എന്ന് എഴുതാൻ പറ്റും. എത്ര, 6/50 അഥവാ 3/25. അതായത് 25 ഉണ്ടായിരുന്നത് 3 കുറച്ചിട്ട് എത്ര 22 എന്നാണ് അർത്ഥം. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, ഒരു 0 കട്ട് ചെയ്ത് പോയി. ഈ 25ഉം ഈ 10 കൂടെ കിട്ടുമ്പോൾ എത്രയാണ്, ഇവിടെ 2 വരും, ഇവിടെ 5 വരും. ഇനി 11 × 2 22 വരും. 22 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 484 വരും. 484 ഇൻറ്റു 6/25 വരും. അത് ചെയ്യുമ്പോൾ എത്ര 29.04 ഡിവൈഡ് ബൈ 25 വരും. എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 16 അല്ല, ഇത് ചെയ്യുമ്പോൾ 116 വരും. അതായത് 116.16 വരും. അപ്പം 100 എന്നുള്ളതായിരുന്നു നമ്മൾ തുടക്കത്തിലെടുത്തത്. അപ്പോൾ 116 എത്ര 16.16 ഇൻക്രീസ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ്, സക്സസീവ് ചെയ്താലും മതിയാവും. അതായത് 10% 20% അതെടുത്തോളൂ. എന്നിട്ട് 10 + 20 + 10 × 20/100 എന്നെടുത്തോളൂ. അപ്പോൾ എത്ര 0 കട്ട് ചെയ്ത് പോയി 30, 20, 10, 30, 31 വരും. 31% കൂടും. ഇനി 31 അടുത്ത എത്ര 12% കുറഞ്ഞെന്ന് പറഞ്ഞത്. അപ്പം 31 - 12 -31 × 12/100 ചെയ്തോളൂ. 31 10 പോയാൽ എത്ര 21, 21 2 പോയാൽ 19 വരും. 19 - 31 × 12 ഇത് എത്രയാണ്, 370 വരും. 370 3.72 കുറയും. ഇത് ചെയ്യുമ്പോൾ അതിൽ 15 എവിടെ തെറ്റിപ്പോയല്ലോ. ഇത് ഇവിടെ 30 എന്നല്ല, ഇവിടെ 32 കാരണം 2 × 1 2 ആണ്. അപ്പം 32 വരുന്നത്. അപ്പം ഇവിടെ 32 വരും. ഇവിടെ എന്താ 20 വരും. വായിച്ചിട്ട് എഴുതാം. ഇവിടെ 32 വരും. ഇവിടെ എന്താ 20 വരും. അപ്പോൾ 20 - 3.72 എന്ന് പറയുന്നത് 16 പോയിൻ്റാണ് വരുന്നത്. 16.16 വരും. ഇതാണ് കറക്റ്റ് ആൻസർ.
ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 സൈൻ തീറ്റ, അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എത്രയാണെന്ന് ചോദിച്ചിരുന്നു. എന്താ കോസ് തന്നേക്കുന്നുണ്ട്, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്. എന്താ √2 സൈൻ തീറ്റ എന്ന് പറഞ്ഞു. ഇവിടുന്ന് കോസ് തീറ്റ ഈക്വൽ ടു എടുത്താൽ എത്രയാണ്, √2 സൈൻ തീറ്റ മൈനസ് പ്ലസ് സൈൻ തീറ്റ വരും. ഇവിടുന്ന് സൈൻ തീറ്റ പുറത്തെടുക്കുവാണല്ലോ, എത്ര വരുന്നത്, √2 + 1 സൈൻ തീറ്റ വരും ഈക്വൽ ടു എന്താ കോസ് തീറ്റ. ഇനി എന്താ ഈ കോസ് തീറ്റയ്ക്ക് പകരം ഞാൻ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക, അതായത് √2 + 1 സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാക്കുക. ഇതിൻ്റെ അന്ന് സൈൻ തീറ്റ പുറത്തെടുത്താണ് സംഭവിക്കുന്നത്. √2 + 1 + 1 സൈൻ തീറ്റ എന്ന് വരും. ഈ 1 1 കൂടെ കൂട്ടുമ്പോൾ എത്ര, അവിടെ 1 1 കൂടെ കൂട്ടുമ്പോൾ 2 വരും. ഇനി എന്താ, ഇനി √2 ഞാൻ കോമൺ എടുക്കുക. √2 കോമൺ എടുക്കുമ്പം ഇവിടെ 1 വരും, അതായത് 1 പ്ലസ് ഈ √2 × √2 ആണല്ലോ 2 വരുന്നത്. ഞാൻ √2 പുറത്തെടുത്തു, ഞാൻ പുറത്തെടുത്തു. ഇനി √2 × √2 ആണ് എന്ത് 2 വരുന്നത്. അപ്പം √2 × √2ന് ഒരു √2 പുറത്തെടുത്താൽ ബാക്കി എന്തായാലും കാണുള്ളൂ. 1 + √2ൻ്റെ 1 + √2 എന്ന് വരും. അപ്പോൾ ഇത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, √2 + 2 എന്ന് വരും ഇൻറ്റു സൈൻ തീറ്റ എന്നാവും. ഇനി എനിക്ക് ഈ 1 + √2ൻ്റെ വാല്യൂ എനിക്കറിയാം, എന്താ 1 + √2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അപ്പം ഞാനവിടെ 1 + √2ന് പകരം എന്താണ് കോസ് തീറ്റ എന്ന് എടുക്കുക. അപ്പം √2 കോസ് തീറ്റ എന്നായി. ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് വേണ്ട എന്താ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നുള്ള √2 കോസ് തീറ്റ എന്ന് കിട്ടി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 726 പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസിക്കൽ ടു എന്താണ്, LCM × HCF ആണ്. അപ്പം ഇത് LCM ആയിട്ട് എടുത്തോളാം. അപ്പോൾ HCF ഇനി LCM കാണാൻ എന്താ, 726 ÷ 11 ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ എത്രയാണ്, 66 എന്ന് വരും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്, സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ തന്നിട്ടുണ്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് sin⁵θ പ്ലസ് cosec⁵ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈനും കൊസീക്കും എന്താ കോംപ്ലിമെൻ്ററിയാണ്. അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റയാണ്. സൈൻ തീറ്റ പ്ലസ് 1/sin തീറ്റ എന്ന് പറയുന്നത് എന്താ 2 ആണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്, x + 1/xൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ 1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോളാം. 1/5 + 1/1/5 എത്രയാണ്, 1 + 1 2 തന്നെയാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ 2. ഈ സാധനം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. സമയം എടുക്കത്തുള്ള ആൻസർ കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ, ഈ പുള്ളി 72% സ്പെൻഡ് ചെയ്യും, ബാക്കി എത്ര 28% ഉള്ളൂ. 28%ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 5740. അങ്ങനെ 100% കണ്ടുപിടിച്ചാൽ മതി, എന്താ സാലറി കിട്ടും. അപ്പോൾ 28 54 57 40 കൂടെ കിട്ടിപ്പോകുമ്പോൾ എത്ര 205 വരും. അപ്പം 100%ൻ്റെ വാല്യൂ എത്രയാണ്, 705 ഇട്ട് കഴിഞ്ഞ് 2 ഇട്ട് കൊടുക്കും. ഇതിപ്പം ഇങ്ങനത്തെ എന്താണ് മന്ത്ലി സാലറിയാണ്. ഇത് ഇൻറ്റു 500 ചെയ്യുമ്പോഴാണ് 500 ചെയ്യുമ്പോഴാണ് ഇയർലി സാലറി വരുന്നത്. ഇതിൻ്റെ 10% നമ്മളോട് ചോദിച്ചേക്കുന്നത്. 10/100 0 കട്ടി പോയി 205
5 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്ര? 2460 വരും. 2460 വരും. ഇൻറ്റു ഒരു 10 കൂടെ ചെയ്താൽ എത്ര? 24600 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളി 5 വർഷത്തേക്കാണ് ലോൺ എടുത്തത്. 10% വെച്ച് പലിശയിൽ 5 വർഷത്തേക്കാണ് ലോൺ എടുത്തത്. പക്ഷേ പുള്ളിക്ക് 3 വർഷം കഴിഞ്ഞപ്പം കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി 3 വർഷം കൊണ്ട് റീപേ ചെയ്ത് തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പുള്ളി 3 വർഷം കൊണ്ട് എത്ര രൂപ അടയ്ക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ആണ്. അതായത് 10 എന്നുള്ളത് 11 ആവും. അതായത് പ്രിൻസിപ്പൾ 10, എമൗണ്ട് 11 ആവും. 5 വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം 5 വർഷം എത്രയാണ്? 1610 ആവും. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഇത് 11/5 വാല്യൂ ആണ് ഈ തന്നേക്കുന്നത്. 11/5 എന്താണ്? 11/5 എടുക്കാനൊരു എളുപ്പവഴിയുണ്ട്. അതെന്താണ്? അതായത് 1 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. എന്നിട്ട് 1, 2, 1 ഇതെന്താണ്? ഇത് സെക്കൻഡ് ഇയറത്തെ. ഇത് 11 സ്ക്വയർ ആണ്. ഇനി 1 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. ഇത് 3, ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 3. ഇത് തേർഡ് ഇയറത്തെ അഥവാ അല്ലെങ്കിൽ 11 ക്യൂബ്. ഇനി 1 ഇവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. അപ്പം 3, 3, 4, 3, 3, 6. ഇവിടെ 4 വരും. ഇത് 11/4. ഇനി ഒന്നുകൂടി എടുത്താൽ മതി. അപ്പോൾ എന്താ വരിക? ഇനി കൂട്ടുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്കാദ്യം കൂട്ടിയെടുക്കാം. 4, 1, 5, 6, 4, 10. ഇവിടെ 6, 4, 10 വരും. 4, 1, 5 വരും. ഇത് കിട്ടുന്നത് ശരിക്കും 11/5 അല്ല കിട്ടുന്നത്. ചെറിയൊരു വ്യത്യാസം വരുത്തണം. കാരണം എന്താ? ഇവിടെ 10, അതായത് 2 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. 1 ഡിജിറ്റ് വരേണ്ട സ്ഥലത്ത് 2 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ട്. അപ്പോൾ എന്താ? അത് നമ്മൾ മാറ്റിയെടുക്കണം. വേണ്ടി എന്താ? ഞാൻ ആദ്യം നമുക്ക് 1 എടുത്ത് ഇവിടെ എഴുതാം. അതിന് 5 എടുത്ത് അതുപോലെ എഴുതാം. എന്നിട്ട് ഇവിടെ 10 ആവുന്നതായിരുന്നു. അപ്പോൾ 10ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 എടുത്ത് എഴുതിയിട്ട് 1 ക്യാരി ഓവർ ആവും. ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് 11 ആവും. 11ൻ്റെ 1 എടുത്ത് എഴുതുക. 1 ക്യാരി ഓവർ ആവും. പിന്നെ 11ൻ്റെ 1 ക്യാരി ഓവർ ആയിട്ട് ഇവിടെ ആഡ് ആവും. അപ്പോൾ ഇവിടെ 6 ആവും. പിന്നെ അവസാനത്തെ 1 എടുത്ത് ഇവിടെ എഴുതുക. അപ്പം ഇതാണ് 11/5 എന്ന് നോക്കി. ഇതും ഈ രണ്ട് സാധനം സെയിം അല്ലേ നോക്കി. 11/5 വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/5. 10 കഴിഞ്ഞ് 5 0 തിരുവരാന്നിട്ട് കൊടുത്തോളാം. 3, 2, 5 0. ഇവിടെ ചോദിച്ചേക്കുന്നത് 11 ക്യൂബിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇത്രയും മതി. ഇപ്പം 3, 1, 2, 5 ഒരു എക്സ്ട്രാ 0 കൂടിപ്പോയി. ഇതാണ് പ്രിൻസിപ്പൾ വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 3 വർഷത്തിന് ശേഷമുള്ള എത്ര അടയ്ക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. 11/3 കണ്ടുപിടിച്ചാൽ മതി. 3 കണ്ടുപിടിച്ചാൽ മതി. 11 ക്യൂബ് എത്രയായിരുന്നു? 1, 3, 3, 1 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പം ഇതാണ് ഉത്തരം വരുന്നത്. അപ്പം ഓപ്ഷൻ ഏതാ? ഇതാണ് ഓപ്ഷൻ വരുന്നത്. ഈ 2 ഇല്ല. ഇതെന്താണ്? ഇത് റുപ്പീസിൻ്റെ ചിഹ്നം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ 50 എന്നായിരുന്നു മാർക്ക് ചെയ്തെങ്കിലും അത് മാർക്കിങ്ങിൽ ഉണ്ടായൊരു പെശക. ഇതാണ് ആക്ച്വലി ശരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നിന്ന് തന്നേക്കുന്നത് പോപ്പുലേഷൻ തന്നേക്കുന്നത് മെയിൽ ഫീമെയിൽ ചിൽഡ്രൻ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ PNQ ടുഗദർ എത്രയാണ് ചോദിച്ചത്. വേണ്ടതാ ഈ 2 കോളാണ് വേണ്ടത്. അപ്പം മൊത്തം പോപ്പുലേഷൻ്റെ 10% 20% പിയിൽ ചിൽഡ്രൻസ്. അപ്പം 20/100 ചെയ്യാം. അപ്പോൾ എത്ര? 2000 പിള്ളേരുണ്ട് പിയിൽ. ഇനി അതുപോലെ ക്യൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? ക്യൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മൊത്തം 20,000 പേരുണ്ട്. അതിനകത്ത് എത്ര ശതമാനമാണ് പിള്ളേർ? 30% പിള്ളേർ. 30/100. 3, 2, 6 വരും. കഴിഞ്ഞ് 3 0 ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 8000 ആൻസർ വരും. അപ്പോൾ ഇതാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. 51 എന്താണ്? ഫുള്ള് 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.